ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഇതുവരെ ലൈഫിൽ നിരാശ വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരിക്കൽ പോലും ഒരു നിരാശ വരാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ആരുമില്ല. എല്ലാവർക്കും ഒരിക്കലെങ്കിലും നിരാശ വന്നിട്ടുണ്ട്. ഒരു പരിധി വരെ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ നിരാശയുള്ളവരാണ് കൂടുതൽ. നിരാശയാണ് സന്തോഷത്തെക്കാൾ അധികമായി നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരു വലിയ അപകടം. പക്ഷെ നിരാശ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നിരാശ വരുന്നതെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതെ വരുമ്പോഴാണ് നമുക്കൊരു നിരാശ വരുന്നത്. നമ്മൾ എന്തോ ആഗ്രഹിച്ചു, എന്തോ പ്രതീക്ഷിച്ചു, അത് നമുക്ക് ലഭിച്ചില്ല. നമ്മൾ ചോദിച്ചതല്ല നമുക്ക് പലപ്പോഴും ലഭിച്ചത്, ദൈവം ആഗ്രഹിച്ചതാണ് നമുക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ ദൈവം ഹിതമായതാണ് നമുക്ക് ലഭിച്ചത്. അത് നമുക്ക് വേണ്ട. ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്ക് വേണ്ട, പകരം അവർ വിഷ്, നമ്മുടെ ആഗ്രഹം എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ ആഗ്രഹം. നമ്മളെക്കാൾ മുൻപ് നമുക്ക് വേണ്ടി ഒരുക്കുന്നൊരു ദൈവമുണ്ട് പല കാര്യങ്ങളും. ഒരു പരിധിവരെ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാത്തതുകൊണ്ടാണ് നമുക്ക് വിഷമം, സങ്കടം, ദുഃഖം. നമ്മൾ ആഗ്രഹിക്കുന്നത് നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ചേർന്നതല്ല, അത് അപകടത്തിലേക്കായിരിക്കും ഒരു പരിധിവരെ കൊണ്ടുപോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് നടക്കുന്നതെങ്കിൽ അതായിരിക്കും നമുക്ക് ചേർന്ന കാര്യം. ഇതൊട്ട് നമ്മൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് നിരാശയുടെ ഒന്നാമത്തെ പ്രശ്നം. നമ്മളെപ്പോൾ നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നോ അവിടെയാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മളെപ്പോൾ മസിൽ പിടിച്ചിരിക്കുന്നോ അവിടെയാണ് സാത്താൻ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ആഗ്രഹം നടക്കാനും നമ്മളുടെ ഇഷ്ടം മാത്രം നടക്കാനും നമ്മൾ മസിൽ പിടിച്ചിരിക്കുമ്പോൾ നമ്മളിൽ ആര് പ്രവർത്തിക്കും? സ്വാഭാവികമായിട്ടും പിശാചായിരിക്കും പ്രവർത്തിക്കാൻ ഈസി. പക്ഷെ നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ നമ്മിൽ പ്രവർത്തിക്കുന്നത് ദൈവമായിരിക്കും. മാതാവിനോട് എപ്പോഴും നമുക്കുള്ളൊരു വിധേയത്വത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പറ്റുന്നൊരു കാര്യമാണോ? 10, 12, 13 വയസ്സുള്ള സമയത്ത് ഇങ്ങനൊരു കാര്യം അവർ സ്വപ്നത്തിൽ പ്രതീക്ഷ ചെയ്ത ഒരു കാര്യമാണ് അവരുടെ അടുത്ത് വന്ന് ദൂതൻ പറയുന്നത്. അവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ, നിൻ്റെ ഹിതം, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. യേശു ചെയ്തത് അത് തന്നെയാണ്. പിതാവിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടി തന്നെ വിട്ടുകൊടുത്തു. നമുക്കൊക്കെ നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹവും മാത്രം നിറവേറണം. പലരും പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പ്രാർത്ഥന നടക്കാതെ, ആവശ്യം നടക്കാതെ വരുമ്പം അവിടെ ഏറ്റവും വലിയ പ്രശ്നം അവർ ചോദിക്കുന്നതും പറയുന്നത് ഇതാ, ഞങ്ങൾ കുറേ കാലമായി പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എടുത്തൊരു ചോദ്യം ചോദിക്കും, അനുഗ്രഹമൊന്നും കിട്ടിയിട്ടില്ല. അനുഗ്രഹം കുറേ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കൊന്നും കിട്ടിയിട്ടില്ല. അനുഗ്രഹം കുറേ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന ആവശ്യം നടന്നിട്ടില്ല. ദൈവത്തിനറിയാം ആ ആവശ്യം നടത്തേണ്ട ഒരു സമയം ദൈവത്തിനുണ്ട് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിനറിയാം. അപ്പം ഇന്ന് ഞാൻ വാട്സാപ്പിൽ കാലത്ത് ഒരു റീൽസ് കണ്ടു. അപ്പോൾ റീൽസ് ഒരാളൊരു ചെറിയൊരു വീഡിയോ ഇട്ട് തന്നതാണ്. അപ്പോൾ വേറൊന്നുമല്ല, മൈത്രേയൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടല്ലോ, ഒരു വിമർശനക്കാരനാണ്, നിരീശ്വരവാദിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുക, ദൈവം ആദത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണല്ലോ വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പോൾ അതല്ലേ ശരി, ആ ആദത്തിൻ്റെ സൃഷ്ടിയും അങ്ങനെയല്ലേ കറക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നവൻ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വായനൊരു വിവാദം കിട്ടിക്കഴിഞ്ഞാൽ അത് വൈറലാവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൻ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എന്നിട്ട് എന്തേ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ചങ്ങാതി ആ ഫാക്ടറിയിൽ ഈ പ്രൊഡക്ഷൻ നിർത്തിയത്? അതായത് ആദത്തെയും ഹവ്വയും സൃഷ്ടിച്ചിട്ട് ആ പ്രൊഡക്ഷൻ അവിടെ ദൈവം നിർത്തി. എന്തുകൊണ്ട് പിന്നീട് ഒരു പ്രൊഡക്ഷൻ ദൈവം നടത്തിയില്ല? ഇപ്പം മനുഷ്യനല്ലേ പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വളരെ സരസമായി കളിയാക്കിക്കൊണ്ടുള്ള രീതിയിൽ ചോദിക്കുക, ആ ഫാക്ടറിയിൽ പിന്നെ ഒരു പ്രൊഡക്ഷൻ നടന്നിട്ടില്ലല്ലോ, ആ ഫാക്ടറി തന്നെ പോരായിരുന്നോ? ഇപ്പം പുരുഷൻ സ്ത്രീയെ കണ്ടുപിടിച്ച് അങ്ങനെ ആ പുരുഷനും സ്ത്രീയിൽ നിന്നുമാണല്ലോ പുതിയ പ്രൊഡക്ഷൻസ് നടക്കുന്നത്, ആ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചല്ലോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും, ഓക്കെ 2025 മൈത്രേയനാണ് ആദ്യമായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. സത്യത്തിലല്ല, ഇതിനേക്കാളൊക്കെ മുൻപ് അനേകർ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യത്തിനൊക്കെ അപ്പസ്തോലന്മാരും അല്ലെങ്കിൽ ദൈവദാസന്മാരും അപ്പോളജിസ്റ്റുകളൊക്കെ കൃത്യമായി അതിന് മറുപടികൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 26 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. അതായത് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന കാര്യം മുതൽ നമ്മളൊന്ന് വായിച്ച് 1-2 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരുവിനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ആമേൻ. വചനം അപ്പസ്തോലനായ പൗലോസ് ഇവിടെ
അരയോഗാപ്പാസിലെ ഒരു പ്രസംഗമാണ്. നമ്മൾ ഈ അരയോഗാപ്പാസ് എന്ന് പറയുന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഫിലോസഫിക്കലി നമ്മളുടെ ഒരു സ്റ്റാൻഡൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഫിലോസഫിക്കൽ, അതായത് നമ്മുടെ തത്വചിന്തയുടെയൊക്കെ തലതൊട്ടപ്പന്മാർ വസിച്ചിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന അരയോഗാപ്പാസ് എന്ന് പറയുന്ന സ്ഥലം. അതായത് ഗ്രീക്ക് മിത്തോളജിക്കൽ, ഗ്രീക്ക് തിയോളജിക്കൽ അല്ലെങ്കിൽ ഗ്രീക്ക് തത്വശാസ്ത്രങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു സ്ഥലമായിരുന്നു അന്നത്തെ ഈ പറയുന്ന അരയോഗാപ്പാസ് എന്ന് പറയുന്ന സ്ഥലം. മാത്രമല്ല വലിയ പ്രസംഗങ്ങൾ, വലിയ വലിയ ഡിബേറ്റുകൾ, ആശയവിനിമയം നടക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റ്ലി UK സ്പീക്കേഴ്സ് കോർണർ കഴിഞ്ഞ ദിവസം ഷിബു ബ്രദർ യൂട്യൂബിൽ നമ്മുടെ സൂമിൽ ക്ലാസ് എടുത്തപ്പം ആ ഒരു വിഷയം അവിടുത്തെ ലൈവായി അവിടെ നടക്കുന്ന ഡിബേറ്റുകൾ കാണിച്ചു തന്നു. അതായത് സ്പീക്കേഴ്സ് കോർണർ, UK സ്പീക്കേഴ്സ് കോർണറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവർക്ക് അവരവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ എതിരഭിപ്രായമുള്ളവർ താഴെ വരും, അവരവരുടെ ചോദ്യം ചോദിക്കും. ഇങ്ങനെ ഒരു തുറന്ന ഒരു സംവാദം നടക്കുന്ന, വളരെ സ്നേഹമായിട്ടുള്ള സംവാദം നടക്കുന്ന ഒരു വേദിയാണ്. ഇന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെയുള്ളൊരു ഒരു സാധ്യത കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് നടക്കൽ കുറവാണ്. സ്നേഹ സംവാദം നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകുമ്പോൾ പലയിടത്തും ക്രിസ്തീയ സ്നേഹ സംവാദം അല്ലെങ്കിൽ ഇസ്ലാം ക്രിസ്ത്യൻ സ്നേഹ സംവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ബോർഡുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് MM അക്ബറെ പോലെയുള്ള ആളുകളൊക്കെ ആയിരുന്നു അതിനന്ന് ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തികൾ. പക്ഷേ ഇന്നത് കാണാനില്ല. കാരണം അന്ന് ഈ പറയുന്ന അവരുടെ പുസ്തകങ്ങളെക്കുറിച്ച് ക്രിസ്ത്യാനികൾക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. അവരോട് ചോദ്യം ചോദിക്കാൻ കാര്യമായ അറിവില്ലായിരുന്ന കാലഘട്ടത്തിൽ അവർ തിരിച്ച് ബൈബിളിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെ വിമർശിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ആരോഗ്യപരമായ രീതിയിൽ പോയി കഴിഞ്ഞപ്പം അതങ്ങനെ കുറച്ച് കാലം പോയി. പക്ഷെ പിന്നീട് അവരുടെ പുസ്തകങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനൊരു ശമനം വന്നു. ഇന്ന് സ്നേഹസംവാദം ഒന്നും കേരളത്തിലില്ല, പൊതുവെ കാണാനില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുമാർ ഒത്തിരി പേര് അവരെ ക്ഷണിക്കുന്നുണ്ട് ഡിബേറ്റുകൾക്ക്, വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഒരു പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് സത്യം. എനിവേ, നമ്മളിപ്പോൾ ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നമ്മുടെ അങ്കമാലി യൂത്തിലുള്ളൊരു പയ്യൻ, അവൻ്റെ ഒരു ഫാമിലി, അവൻ്റെ ചർച്ചിലെ ഗ്രൂപ്പ്, അവൻ്റെ പള്ളിയിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അതൊരു പ്രയർ ഗ്രൂപ്പാണ്. യൂത്ത് ഒത്തിരി പേരുണ്ട്, കുറച്ച് ചേച്ചിമാരുണ്ട്, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഈ റീസെൻ്റ്ലി ഉണ്ടായ 1-2 വിഷയങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. അവൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോൻ്റെ ലിങ്ക് വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നൊരു തിരിച്ച് മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ചോദ്യം ചോദിച്ചു. 4-5 ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിയെ ഇവൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഡിലേറ്റായി, അവർ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ഡിലേറ്റായി. എന്നിട്ട് ഫോൺ കോൾ വന്നു. അതെ മോനേടാ, നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കാരണം കുറച്ച് അല്പവിശ്വാസികളൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. നമ്മൾ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ള വിശ്വാസം കൂടിയും നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വികാരി അച്ഛനുണ്ട്, നമ്മുടെ കൊച്ചച്ഛനുണ്ട്, നീ പോയി ചോദിക്കുക, നിൻ്റെ സംശയം തീർക്കുക, ഗ്രൂപ്പിനെ വെറുതെ വിടുക, ഉള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ആവട്ടെ, നമുക്ക് വേണമെങ്കിൽ ഒരു മീറ്റിംഗ് വെക്കാമെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം ഇതാണ്, അതായത് നമ്മുടെ വിശ്വാസം ഇന്ന് അത്രത്തോളം ശുഷ്കമാണ്. വാട്സാപ്പിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ യുവാക്കളുടെ വിശ്വാസം എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലേ? ആണോ? അല്ലേ? അതായത് ഒരു മറു ചോദ്യം ചോദിച്ചാൽ തീരാവുന്നതേ നമ്മുടെ വിശ്വാസമുള്ളൂ. എത്രത്തോളം പോകും ഈ വിശ്വാസം? എവിടം വരെ എത്തും ഈ വിശ്വാസം? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ പറയുന്ന അരയോഗാപ്പാസ് എന്ന് പറയുന്ന സ്ഥലത്ത് പൗലോസ് അപ്പോസ്തലൻ വന്ന് അത്രയും തത്വചിന്തകരുള്ള ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന വിഷയം ഇതാണ്: ഞാൻ ഇതിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആരാധന വസ്തുക്കൾ നിരീക്ഷിച്ചു, അതിലൊരു അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടിരിക്കുന്നത്. അതായത് അവിടെ കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദേവന്മാർക്കും ഒരു പേരുണ്ട്. ചാത്തനെന്നോ മറതയെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ പേരുണ്ട്. ഒരെണ്ണം മാത്രം ഒന്നുമില്ല, അജ്ഞാത ദേവൻ. അതായത് ആ ദൈവം ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ആർക്കും അറിയില്ല. അതിൻ്റെ രൂപം എന്താണ് അറിയില്ല, അതിൻ്റെ രീതികൾ എന്താണ് അറിയത്തില്ല. എല്ലാം ഇൻവിസിബിൾ ആണ്, അതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല. അതിൻ്റെ സ്വഭാവമോ രൂപമോ പേരോ ഒന്നും അറിയില്ല. എന്നാൽ അവർ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു അജ്ഞാത ദൈവം ഉണ്ട്, അതെപ്പോഴെങ്കിലും വെളിപ്പെടും എന്ന് അവർ ചിന്തിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിനെ എടുത്ത് ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ആ പറഞ്ഞ നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ മനസ്സിലാക്കാത്ത, രൂപമില്ലാത്ത അവനാണ് യഥാർത്ഥ സത്യദൈവം. ആ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ് അപ്പോസ്തലൻ്റെ പ്രസംഗം.
അതാണ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വെക്കുന്നതിന് അതിൻ്റെ അടിസ്ഥാനപരമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന 26-ാമത്തെ വാക്യമാണ്, ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്നും എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു, അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു. അതായത് ഇന്ന് പ്രമോദ് ഇന്ന കാലഘട്ടത്തിൽ ജനിക്കണമെന്നും ജീവിക്കണമെന്നും ആര് തീരുമാനിച്ചു? ദൈവം തീരുമാനിച്ചു. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ആ പ്രമോദ് എന്ന് പറയുന്ന വ്യക്തിയുടെ അപ്പൻ്റെയും അമ്മയിൽ നിന്നും ജനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. എന്നാൽ ഈ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു പെരുകേണ്ടതിന് ദൈവം ഒരുവനിൽ നിന്നാണ് സകലത്തെയും സൃഷ്ടിച്ചത്. നമ്മൾ ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണെത്താവുന്ന ദൂരം എത്രയാണ്? എത്ര കിലോമീറ്റർ വരെ നമുക്ക് മാക്സിമം കാണാൻ പറ്റും? ഒരു മലയുടെ മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ദൂരം കണ്ടു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ വരെ കാണാൻ പറ്റും? മാക്സിമം 20 കിലോമീറ്റർ എന്നാണ് പറയപ്പെടുന്നത്. അതിനപ്പുറത്തോട്ട് നമുക്ക് നോർമൽ നമ്മുടെ ഐ വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. 20 കിലോമീറ്ററിന് അപ്പുറത്തുള്ള എന്തെങ്കിലും, ഇപ്പം നമ്മളിപ്പോൾ ബുർജ് ഖലീഫയുടെ ആ ഒരു സംഭവമൊക്കെ ചിലപ്പോൾ അതിന് കിലോമീറ്ററിന് അപ്പുറത്ത് നിന്നിട്ട് നമുക്ക് അതിൻ്റെ ആ മുകളിലിരിക്കുന്ന ഒരു സംഭവം മാത്രം കാണാം, പക്ഷെ വ്യക്തമല്ല. പിന്നെ കുറേയൊക്കെ നമ്മുടെ കണ്ണുകളെ മറയ്ക്കും, കാരണം പുക പടലങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇനി നമ്മുടെ ഒരു ചക്രവാളം ചുറ്റുപാടുകൾ നമ്മൾ കാണുകയാണെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റളവെന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. നമ്മൾ കടലിൽ പോയി നിന്നാലും മരുഭൂമി പോയി നിന്നാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു ദൂരം ഭൂമി അത്രയാണോ ഉള്ളത്? ആണോ? അതായത് ഒരു മനുഷ്യൻ്റെ 20 കിലോമീറ്റർ എന്ന് പറയുന്ന പോട്ടെ, നമുക്ക് കുറച്ചുകൂടി കൂട്ടിയെടുക്കാം, ഒരു 100 കിലോമീറ്റർ എടുക്കുകയാണ്. 100 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മനുഷ്യന് എത്തിപ്പെടാം. പക്ഷേ ഇതേപോലെ ലിമിറ്റേഷനുള്ളൊരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറയുകയാണ് ഭൂമി മുഴുവൻ പെറ്റുപെരുക, നിർത്തരുത്, അങ്ങേയറ്റം വരെ എത്തുക. എവിടം വരെ? ആർട്ടിക്കിലോ അന്റാർട്ടിക്കിലോ എത്തണം. ഈ ഭൂമിയുടെ ഏതറ്റം വരെയും മനുഷ്യൻ എത്തണമെന്ന് ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം അത് ഒരുവനിൽ നിന്ന്, ഒരേ വ്യക്തിയിൽ നിന്ന്. അതിന് ദൈവത്തിനൊരു കാര്യമുണ്ട്, എല്ലാവരും ഈക്വൽ ആണെന്ന് ദൈവം നമ്മുടെ മുമ്പിൽ പറയുക. അതായത് ആദം എന്ന ഒരു പൊതുപൂർവികനിൽ നിന്നാണ് മനുഷ്യകുലം മുഴുവൻ ഈ ഭൂമിയിൽ ഉണ്ടായതെങ്കിൽ നമ്മളാരും വ്യത്യസ്തരല്ല. ഓക്കെ, പ്രമോദിന് മനുവിനെ എങ്ങനെ ബഹുമാനിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ മനുവിന് പ്രമോദിനെ ബഹുമാനിച്ചേ പറ്റൂ. റെസ്പെക്ട് ഈച്ച് അതർ, അല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾക്ക് എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ? ഞാൻ കുറച്ചുകൂടി ഉയരമുള്ളവനാ, ഓക്കെ, ഞാൻ കുറച്ചുകൂടി ആരോഗ്യമുള്ളവനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉന്നത കുലചാതനാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ രാജകീയ വംശമാണെന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ? കാരണം എല്ലാം ഒരുവനിൽ നിന്നാണ്, ഒരേ ഒരുവനിൽ നിന്ന്. പക്ഷേ ഒരു ഫാക്ടറിയിൽ തന്നെ നിർമ്മിച്ച പല വസ്തുക്കൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ക്വാളിഫിക്കേഷൻസ് ചിലപ്പോൾ ഡിഫറൻസ് ആയിരിക്കും. ചിലപ്പോൾ സർപ്ലസ് ആയിട്ട് വെക്കേണ്ടി വരും, ചിലപ്പോൾ ക്വാളിറ്റിയുടെ ആയിരിക്കും. നമ്മളെല്ലാ പ്രൊഡക്റ്റും ഒരുപോലെ നിലനിൽക്കുമോ? നമ്മളൊരു ഫോൺ വാങ്ങുകയാണ്, ഒരേ ഫാക്ടറിയിൽ ഒരുപോലെ ഉണ്ടാക്കുന്ന ഫോണാണ്, എല്ലാം ഒരുപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, വ്യത്യസ്തമായിരിക്കും. ചിലത് ലാസ്റ്റിങ് കൂടുതലായിരിക്കും. ഒരു ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കുക, എല്ലാ ഫുഡും ഒരേപോലെയാണോ? ഇന്നത്തെ ഫുഡ് പോലെ ആവണമെന്ന് നാളില്ല. നമ്മൾ അമ്മച്ചിമാർ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അറിയാം, ചിലത് ശരിയാവും, ചിലപ്പോൾ പരാജയപ്പെടും, പറയാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും നന്നായിട്ട് ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഇന്ന് ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. പക്ഷെ ദൈവത്തിനത് സാധിക്കത്തില്ല. ദൈവം ആണ് ഇങ്ങനെ ഒരു ഫാക്ടറി ഉണ്ടാക്കുകയും ഒരേപോലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ എല്ലാം ഒരേപോലെ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ദൈവത്തിന് ഉണ്ടാക്കാം. പക്ഷെ ദൈവം ആ ചുമതല മനുഷ്യന് കൊടുത്തിട്ട് മനുഷ്യനോട് പറഞ്ഞു വച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വിഭിന്നമായ കാലങ്ങളും വിഭിന്നമായ സമയങ്ങളും അവന് നിശ്ചയിച്ചു കൊടുത്തു. ഇവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ എന്താകണം, എങ്ങനെയായിരിക്കണം? ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. 26-ാമത്തെ വയസ്സിലാണ് ഞാൻ മാനസാന്തരപ്പെടുന്നത്. എത്ര വയസ്സിലാണ്? 26 വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ അത്യാവശ്യം ഈ ഭൂമിയിൽ ചെയ്യാവുന്ന പാപങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പിനാണ് മാനസാന്തരപ്പെടുന്നത്, ദൈവത്തെ അറിയുന്നത്, ക്രിസ്തുവിനെ അറിയുന്നത്. അപ്പം ഞാൻ കർത്താവിനോട് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പേഴ്സണൽ പ്രയറിൽ പേഴ്സണലി ദൈവത്തിനോട് ചോദിക്കും, എന്തിനാ എന്നെ ഇത്ര വൈകിച്ചേ? കുറച്ച് നേരത്തെ ഒരു വിശുദ്ധനായി ജനിപ്പിക്കാമായിരുന്നല്ലോ. പാപത്തിലേക്കൊന്നും നടത്താതെ, തിന്മയിലേക്കൊന്നും പോകാതെ വിശുദ്ധിയിൽ എൻ്റെ ദൈവത്തിന് എന്തുകൊണ്ട് എന്നെ നടത്താൻ കഴിഞ്ഞില്ല? പരാതി പോലെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും കിട്ടുന്ന മറുപടി ഒന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യസ്തമായ മറുപടി ഒന്നുമല്ല. ഇത് നിനക്കുള്ള വിധി അതാണ്, നിൻ്റെ വഴി ഇതാണ്, ഈ വഴിയിലൂടെ സഞ്ചരിച്ചാലേ ഡെസ്റ്റിൻ ആകത്തുള്ളൂ. എന്നിലൂടെ ദൈവത്തിന് പറയാനും ചെയ്യാനും പ്രയോഗിക്കാനും എന്നെ ഉപയോഗിക്കാനും ദൈവത്തിന് കഴിയണമെങ്കിൽ അതിങ്ങനെ പറ്റത്തുള്ളൂ. ഇങ്ങനെ പോയാലേ, ഇപ്പം എനിക്കൊരു കാര്യം എനിക്കറിയാം. അതായത് ഞാൻ പോയ വഴികളിലൂടെ ഒരു സഹോദരൻ നടന്നു വരുമ്പോൾ എനിക്ക് അവനറിയാം, ഞാൻ പോയ വഴിയിലൂടെ പോയവനാണ്. അതിൻ്റെ കാരണം എനിക്കറിയാം. ഞാൻ അവന് ദൈവത്തിൻ്റെ വചനം കൊടുക്കുമ്പോൾ അവനോട് എനിക്ക് പറയാൻ പറ്റുന്ന, പെരുമാറാൻ പറ്റുന്ന രീതികൾ
ഒരു പരിധി വരെ എൻ്റെ പഴയ മനുഷ്യൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമാണ്, കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്, കുറച്ചുകൂടി കൃത്യതയുണ്ട്. അപ്പോൾ ദൈവത്തിനറിയാം എന്നെ എപ്പോൾ വിളിച്ച് വേർതിരിച്ച് ഈ രീതിയിലേക്ക് എത്തിക്കണമെന്ന്. ദൈവത്തിനൊരു ഹിതവും ദൈവത്തിനൊരു ഉദ്ദേശവുമുണ്ട്. അതിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. വീണ്ടും അടുത്ത വാക്യം കൂടി നമ്മളൊന്ന് വായിച്ച 27-ാം വാക്യം. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്, എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല. അതായത് ദൈവം ഒരുവനെ സൃഷ്ടിച്ചു, ഒരുവനിൽ നിന്നും ഈ ഭൂമി മുഴുവൻ കീഴടക്കാൻ തക്കവണ്ണം മനുഷ്യകുലത്തെ ദൈവം സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചു കൊടുത്തു. ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തിയത് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, 1-2 കാര്യങ്ങൾ എന്തായാലും ഉയർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പലർക്കും മനസ്സിലാകാത്തതായിരിക്കാം എന്താണ് അനുഭവത്തിലൂടെ ഞാൻ എങ്ങനെ ദൈവത്തെ കണ്ടെത്തി എന്നുള്ളത് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം. എല്ലാവരും അനുഭവത്തിലൂടെ തന്നെയാണ് ദൈവത്തെ കണ്ടെത്തുന്നത്, മനസ്സിലാക്കുന്നത്. ദൈവം ഇടപെടുമ്പോഴാണ്. വിശ്വാസം ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടുണ്ടോ? നമ്മുടെ ഗ്രാജുവൽ പ്രോസസ്സാണ്. ഈ ഗ്രാജുവലി നമ്മൾ ചെല്ലുന്നത് പലപ്പോഴും അനുഭവത്തിലൂടെയാണ്. പലതും അനുഭവത്തിലൂടെ. ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞ ആദ്യത്തെ അനുഭവം, എന്നോട് എൻ്റെ ഭാര്യയും ഞാനും കൂടി കൗൺസിലിങ്ങിന് ബ്രദറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞത്, നിനക്ക് മക്കളുണ്ടാകത്തില്ല, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ആദ്യമൊന്നും വായ്പെട്ടിരുന്നു, 2 പ്രാവശ്യം ഇരുന്നു, 3 പ്രാവശ്യം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിനക്ക് മക്കളുണ്ടാവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു എനിക്കൊരു കൊച്ചുണ്ട്, 1 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു രണ്ടാമതൊരു കുഞ്ഞിന് തടസ്സമായിരിക്കും, പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലത്തെ യാത്രയിലും ബ്രദറിനോട് ഈ കാര്യം ഞാൻ പങ്കുവച്ചു. അപ്പോൾ പങ്കുവച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഒരു ആംബുലൻസ് പോയി കഴിഞ്ഞപ്പോൾ ബ്രദർ ആ ആംബുലൻസിനെ നിങ്ങൾ ബ്ലെസ് ചെയ്തിട്ട് കർത്താവേ ആ രോഗിക്കൊന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ഈ വാഹനം പോകുന്ന ഹോസ്പിറ്റലിൽ അത്ര നല്ല ഹോസ്പിറ്റലല്ല, കുറച്ച് ബാഡ് മാർക്കുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ ഡയറക്ഷനിലേക്കാണ് ആ ആംബുലൻസ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് ബിബിൻ ബ്രദർ പറഞ്ഞു, ദൈവമേ അത് ആ ഹോസ്പിറ്റലിലേക്കാണല്ലോ പോകുന്നത്, ആ രോഗിക്കൊന്നും പറ്റരുതേ ദൈവമേ എന്ന് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചൊരു വിഷയമുണ്ട്. എൻ്റെ മൂത്ത മകൻ, എനിക്കൊരു മകനുണ്ടെന്ന അഭിമാനത്തോടു കൂടെ ഞാൻ ആദ്യമായി കൗൺസിലിങ്ങിൽ പറഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മകൻ 6 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ വൈഫ് ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നടുതല്ലി വീണു. വീണ വീഴ്ചയിൽ വേണമെങ്കിൽ അബോർഷൻ സംഭവിക്കാം. പക്ഷേ ദൈവം കാത്തു പരിപാലിച്ചു, ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഓടി വന്ന് ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു, ലേബർ റൂമിലേക്ക് ചെന്നു. ലേബർ റൂമിൽ നിന്ന് നേരെ ചെല്ലുന്നത് എക്സ്റേ എടുക്കണം, കാരണം അത്രത്തോളം പെയിൻ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്സ്റേ എടുക്കണം. ഷീൽഡ് വെച്ചിട്ട് എക്സ്റേ എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഷീൽഡ് വെച്ചിട്ട് എക്സ്റേ എടുക്കാം. ഇവൾക്കാണെങ്കിൽ അബോധാവസ്ഥയിലാണ്, അത്രത്തോളം പെയിൻഫുള്ളാണ്. ആൾ കരയുന്നുണ്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് സ്ട്രക്ചറിൽ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ അബോധാവസ്ഥയിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അവൾക്കൊരു പകുതി മയക്കത്തിലാണ്. ഈ എക്സ്റേ റൂമിൻ്റെ അകത്തോട്ട് കയറുന്നതിന് മുൻപ് ഇവൾ പെട്ടെന്ന് കണ്ണുറക്കുകയും എൻ്റെ കയ്യെ പിടിക്കുകയും ചെയ്തു. കൈ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു എവിടേക്കാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എക്സ്റേ എടുക്കാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട, നോ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടാണ് എക്സ്റേ എടുക്കുന്നത്, അത് ഷീൽഡ് വെച്ചിട്ടാണ് എക്സ്റേ എടുക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, നീ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. ഇവൾ നിർബന്ധം പിടിച്ചു, പറ്റത്തില്ല, ഇത് ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊന്നും സംഭവിക്കരുത്, സോ അതുകൊണ്ട് ഞാൻ ഇതിന് അനുവദിക്കില്ല എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എക്സ്റേ എടുക്കാനായിട്ട് കൺസൾട്ടേഷൻ ഒപ്പിട്ട് കൊടുത്ത ഞാൻ അത് തിരിച്ചു വാങ്ങി. ഞാൻ ആ സംഭവം തിരിച്ച് ഞാൻ എന്ത് ചെയ്തു, ലേബർ റൂമിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ഡോക്ടർ വൈഫിനെ വളരെ സന്തോഷകരമായി കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല, അവൾ നേഴ്സാണ്. അപ്പോൾ അവളോട് പറഞ്ഞു, ഈ മുറിവൈദ്യം പഠിച്ചുകൊണ്ട് വന്നിട്ട് ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന കുറേ നേഴ്സുമാരുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് അതിനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഓക്കെ എൻ്റെ നടുവിന് പൊട്ടലുണ്ട്, ഒടിവുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ 6 മാസം പ്രഗ്നൻ്റ് ആണ്, എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ നടുവിന് ഇവിടെ പൊട്ടൽ വീണേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗർഭിണിയായിരിക്കുന്ന പെണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും? കാര്യമായൊന്നും ചെയ്യാൻ പറ്റില്ല, സോ അതുകൊണ്ട് ഞാനത് സഹിച്ചോളാം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കാർ ഓടിച്ചിരുന്ന, അതായത് ഞാൻ യാത്ര ചെയ്യുന്ന ഇന്നോവ ഓടിച്ചിരുന്ന ഡ്രൈവർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. പുള്ളി ഞാൻ ഈ സംഭവം ഇങ്ങനെ വിവരിച്ചു, ഇങ്ങനെ പറഞ്ഞ് വൈഫ് റെസ്റ്റിലാണ്, അവൾക്ക് തീരെ വയ്യ, ഇങ്ങനെ ഒന്ന് വീണു. അപ്പോൾ ഒരു എക്സ്റേ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളായിട്ട് പറഞ്ഞ് എക്സ്റേ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. എക്സ്റേ എടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്നാൽ അവളുടെ നിർബന്ധത്തിന് വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ഈ ഡ്രൈവർ ഇരുന്ന് കരയാൻ തുടങ്ങി.
ഈ ഡ്രൈവർ ഇരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞു കഴിഞ്ഞ് ഈ ഡ്രൈവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ ഭാര്യ വിദ്യാഭ്യാസമുള്ളൊരു നേഴ്സായതുകൊണ്ട് നിനക്ക് നിൻ്റെ കുഞ്ഞിനെ ലഭിച്ചു, അല്ലെങ്കിൽ ലഭിക്കും. അന്ന് 1 മാസമായിട്ടുള്ളൂ, 7ാമത്തെ മാസത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. എന്നിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻ്റെ ഭാര്യ ഇതേ സെയിം സിറ്റുവേഷനിൽ ഞാൻ ചെന്നപ്പോൾ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഷീൽഡ് വെച്ച് എക്സ്റേ എടുത്തതാണ്. പക്ഷേ എക്സ്റേക്ക് ശേഷം ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അനക്കം നിന്നു. ആ കുഞ്ഞ് ഗർഭപാത്രത്തിൽ തന്നെ മരണപ്പെട്ടു. കഴിഞ്ഞ വർഷങ്ങളായി ഞാനൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുക. 5 വർഷം 6 വർഷം കണ്ട് കഴിഞ്ഞിട്ടാണ് ഒന്ന് ഗർഭിണിയായത്. ഇന്നും കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ കഴിയുക എന്ന് പറഞ്ഞ് ഈ ഇദ്ദേഹം ഇരുന്ന് കരയുന്നത് കണ്ടപ്പോഴാണ് ദൈവം എങ്ങനെ ഞങ്ങളെ സംരക്ഷിച്ചു, ദൈവം എങ്ങനെ ഞങ്ങളെ പരിപാലിച്ചു എന്നൊരു ചിന്ത എനിക്ക് അന്ന് വന്നത്, ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായത്. പക്ഷെ പിന്നീട് ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, കർത്താവിൽ നിന്ന് ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൂടി പൂർണ്ണമായി. പിശാച് ഈ അനുഗ്രഹത്തെ തടയാൻ അവൻ്റേതായി എല്ലാ രീതിയിലും നോക്കി. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അതിനെ സംരക്ഷിച്ചു. ദൈവം അതിനെ സംരക്ഷിച്ചതുകൊണ്ട് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു. പക്ഷേ രണ്ടാമത് പിന്നീട് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ ഞങ്ങൾ 11 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എത്ര വർഷം? 11 വർഷം. അത്രയും വർഷം ഞാൻ കാത്തിരുന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾക്ക് എല്ലാവരും, ഞങ്ങളുടെ സഹോദരങ്ങളും പ്രാർത്ഥനാ ഗ്രൂപ്പും ഒരുമിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച് 11 വർഷം കാത്തിരുന്നിട്ട് രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിക്കുന്നത്. അതിവിടെ ഓടി കിടക്കുന്നുണ്ട്, ചെറുത്. അപ്പോൾ ഇത്രയും വർഷം ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തിനൊരു ഹിതമുണ്ട്. നമ്മുടെ ആഗ്രഹമാണോ നടക്കുന്നത്? ആണോ? അല്ല, ദൈവത്തിനൊരു ഇഷ്ടവും ദൈവത്തിനൊരു ഹിതവും ദൈവത്തിനൊരു തീരുമാനവുമുണ്ട്. അപ്പം ഞാൻ ഈ വഴികളിലൂടെയൊക്കെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പലപ്പോഴും ദൈവത്തെ തിരിച്ചറിഞ്ഞു. എൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തിലേക്കുള്ള എൻ്റെ വിശ്വാസത്തെ ദൈവം ബലപ്പെടുത്തി, ദൈവം ശക്തിപ്പെടുത്തി. ഈ എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ദൈവം നമ്മളെ വഴി നടത്തി എന്നുള്ളതാണ് സത്യം. നമ്മൾ ആ വായിച്ച വചനം 27-ാം വാക്യം, അതായത് ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണെങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല. ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തെ കാണുന്നില്ല. ദൈവം നമ്മളിൽ നിന്ന് അകലെയാണോ? ആണോ? അല്ല. എപ്പോഴാണ് ദൈവം നമുക്ക് അനുഭവവേദ്യമാകുന്നത്? എപ്പോഴാണ് ദൈവത്തെ നമുക്ക് മനസ്സിലാകുന്നത്? എപ്പോഴാണ് ദൈവത്തെ നമുക്ക് ആസ്വദിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനും സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് എപ്പോഴാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നത്? ആൻറ്റി ബ്രദർ ഒരു സെക്കൻഡ് ഒന്ന് വരാമോ? ആദ്യമായിട്ട് മൈക്കെടുത്തോ, മൈക്കടക്കം പോരെ. ആദ്യമായിട്ട് ആൻറ്റോനുണ്ടായിരുന്ന ദൈവിക അനുഭവം എന്തായിരുന്നു? ആദ്യമായി വചനം കേട്ട് മാനസാന്തരപ്പെടാൻ ഒരു പശ്ചാത്തപിക്കണം എന്നൊക്കെ ഒരു ചിന്തയൊക്കെ വന്നു. ആദ്യമായിട്ട് ഈ ദൈവം യഥാർത്ഥ സത്യ ദൈവമാണെന്ന ചിന്ത വന്നത് എപ്പോഴായിരുന്നു? മൈക്കിൽ കൂടെ പറ, അവർക്കും കൂടി കേൾക്കണം, എനിക്ക് മാത്രം കേട്ടാൽ പോരാ. ആദ്യത്തെ ധ്യാനം കൂടിയപ്പോഴാണ്. ധ്യാനത്തിൽ ഈ ഓണം അല്ലെങ്കിൽ വിഗ്രഹം അങ്ങനത്തെ വചനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വചനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കയറുന്നതായിട്ട് ഭയങ്കര അനുഭവം ഉണ്ടായിരുന്നു. ആദ്യത്തെ അനുഭവം ഉണ്ടായി. അവിടുന്ന് വിശ്വാസം പൂർണ്ണമായോ? ഇല്ല. എവിടെയാണ് എന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദൈവമുണ്ട് എന്നൊരു അനുഭവം എവിടെ വന്നേ? അത് എൻ്റെ വിക്കൽ മാറിയ സമയത്ത്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ബൈബിൾ വായിച്ചു തരുന്നത് പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ ആൻഡ്രു ബ്രദറാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിക്കലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചില വാക്ക് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പഴയ പ്രശ്നം വരാറുണ്ട്. ചില വാക്കുകൾ മാത്രം വളരെ അപൂർവമായിട്ട്. അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എപ്പോഴായിരുന്നു? 10ൽ പഠിക്കുമ്പോഴാണ് ഒരിക്കലും ജീവിതത്തിൽ മാറത്തില്ല എന്ന് വിചാരിച്ച ആ ശപിക്കപ്പെട്ട ആ ഒരു അവസ്ഥ ദൈവം തൊട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ജീവിക്കുന്നൊരു ദൈവം ഉണ്ട് എന്ന് മനസ്സിലായി. മൈക്ക് വായിൽ വെച്ചോ, വീണ്ടും ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. അതായത് 10ാം ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 15 വർഷം ആ വേദന അനുഭവിച്ചതുകൊണ്ടും ഒരു വിക്കൻ എന്ന വിളി കേട്ടതുകൊണ്ടും മറ്റുള്ളവരെ നിന്നെ വിക്കൻ എന്ന് കളിയാക്കിയത് കൊണ്ടും അല്ലേ ആ 15 വർഷം കഴിഞ്ഞപ്പോൾ വിക്ക് മാറിയപ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായതിൻ്റെ കാരണം? മൈക്കിൽ കൂടെ പറ. ആണോ? ആണ്. ഒറ്റ ദിവസം കൊണ്ട് അത് മാറിയായിരുന്നെങ്കിൽ അത് ചിന്തിക്കുമോ? ഇല്ല. അപ്പോൾ അത് അനുഭവത്തിലൂടെ അല്ലേ ദൈവത്തെ മനസ്സിലാക്കി, അല്ലേ? പോയിരുന്നോ? ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചോദ്യം ഇത് തന്നെയാണ്. അതായത് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിച്ചാൽ അതിന് വല്ല വിലയുണ്ടോ? ഒരു വിലയില്ല. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ നമ്മുടെ പിള്ളേരെ വളർത്തുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, ചോദിക്കുമ്പോൾ അപ്പം തന്നെ കൊടുക്കുക. അവർക്ക് അതിന് വല്ല വിലയുണ്ടോ? അവരത് വെറുതെ നശിപ്പിച്ച് കളയത്തേ ഉള്ളൂ.
ചില മാതാപിതാക്കളുണ്ട്, മക്കൾ ചോദിക്കുമ്പോൾ തന്നെ സൈക്കിൾ വേണം, സൈക്കിള്. അവന് സൈക്കിൾ എന്ന് പറഞ്ഞ സാധനം ജീവിതത്തിൽ വില ഉണ്ടാവത്തില്ല. ഞാൻ ആഗ്രഹിച്ച് കൊതിച്ച് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നൊരു ബൈക്ക്. അപ്പോൾ ഞാൻ ഈ ബൈക്ക് എടുക്കുമ്പോൾ ബൈക്ക് എടുക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ കയറി. കൂട്ടുകാരന്മാരെല്ലാവരും ബൈക്കിനൊക്കെ പോകുന്നതും മറ്റുള്ളവർ ബൈക്കിനൊക്കെ പോകുന്നെങ്കിൽ ആഗ്രഹമോ കൊതിയോടുകൂടെ ആ ബൈക്ക് ഇങ്ങനെ കാണുകയും, അന്ന് ആദ്യമായിട്ട് ന്യൂസ് പേപ്പർ ഇടാനായിട്ട് പോവുക. ബൈക്ക് വാങ്ങണം, അതാണ് എൻ്റെ ആഗ്രഹം. വീട്ടിൽ അപ്പനോട് ചോദിച്ചാൽ എന്തായാലും ആ ബൈക്ക് കിട്ടാൻ ഒരു 10-25 വയസ്സെങ്കിലും എനിക്കറിയാം. എന്നാൽ എൻ്റെ സ്വന്തം അധ്വാനത്തിലാണെങ്കിൽ അത് കുറച്ചുകൂടി നേരത്തെ ആകാം. ഈ ഒരു ചിന്തയിൽ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പേപ്പർ ഇടാൻ പോകും. മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഈ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പേപ്പർ ഇടാൻ പോകും. അപ്പോൾ പേപ്പർ ഇടാൻ പോകുമ്പോൾ മാസം നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അന്ന് 850 രൂപയോ 900 രൂപ അത്രയൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നുമില്ല ഒരു മാസം നമുക്ക് കിട്ടാന്നുള്ളത്. പക്ഷേ അത്രയും കിട്ടുമ്പോൾ എൻ്റെ പ്രതീക്ഷ ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ മാസം CC അടയ്ക്കാനുള്ള പൈസ അത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു ബൈക്ക് എടുക്കണം. അപ്പം ഞാനിങ്ങനെ സൈക്കിളും ചവിട്ടി പത്രം കെട്ട് മുൻപിൽ വെച്ച് ഓരോ വീടുകളിലേക്കും പത്രം വീക്കിയിടുമ്പോൾ എൻ്റെ ഉള്ളിലെ സ്വപ്നം ഇതാണ്: ഇന്ന് ഞാൻ ഈ സൈക്കിളിന് വന്ന് പത്രം ഇടും, പക്ഷേ ഒരു ദിവസം ഞാൻ ബൈക്കിന് വന്ന് പത്രം ഇടും. ഇതാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ ദിവസങ്ങളോളം മാസങ്ങളോളം ആഗ്രഹിച്ച് അവസാനം ഇത് 16-ാം വയസ്സിൽ 16 ആ സമയത്താണ് ഈ പത്രം ഇടാൻ പോകുന്നത്. 18-ാമത്തെ വയസ്സിലേക്ക് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ബൈക്ക് വാങ്ങിയതിന് ശേഷം പിന്നെയും കുറച്ച് കാലം സൈക്കിളിൽ ഞാൻ പോയി. സൈക്കിളിൽ തന്നെ, കാരണം ബൈക്കിന് പെട്രോൾ അടിക്കാനായിട്ട് അത്രയും പെട്രോൾ അടിച്ച് പോയി പത്രം ഇടാനായിട്ട് പറ്റത്തില്ല. കാരണം ചില വീടുകളിലൊക്കെ പോയി ബൈക്ക് ചെല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ഈ സൈക്കിൾ ചവിട്ടുമ്പോൾ സൈക്കിളിൻ്റെ ആക്സിലേറ്റർ കൊടുക്കും ഞാൻ. എനിക്കറിയാം ഇതിന് ആക്സിലേറ്റർ കൊടുത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സൈക്കിളിൽ ഞാൻ ആക്സിലേറ്റർ കൊടുക്കും. തൊട്ടിപ്പുറത്ത് ബൈക്കുകാരൻ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഞാനതിനെ ബൈക്കാക്കി ഞാൻ മാറ്റും. കുറച്ച് കാലം ഞാൻ അതിനെ ആഗ്രഹിച്ച് കൊതിച്ച് അങ്ങനെ ഒരു ബൈക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതെൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായി കഴിഞ്ഞപ്പോൾ എനിക്കതിന് വിലയുണ്ട്. അത് വളരെ പൊന്നുപോലെ ഞാൻ നോക്കിയേ. എല്ലാ ദിവസവും കഴുകും, വളരെ വൃത്തിയോട് കുറേ കാലം നോക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ മാറും കേട്ടോ. ആദ്യത്തെ ഒരു വർഷമൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസമൊക്കെ കഴുകത്തുള്ളൂ, അല്ലെങ്കിൽ ചെളിയായി കഴിഞ്ഞാൽ തൂത്ത് കുറച്ചൊക്കെ കൊണ്ടുപോകത്തുള്ളൂ. പക്ഷേ അതിന് നമുക്ക് വിലയുണ്ട്. ഞാൻ ഇന്നും അത് വിറ്റിട്ടില്ല. ബൈക്ക് എൻ്റെ കയ്യിലില്ല. ഒരു വർഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ കാലമായി. പക്ഷേ കുറേ വർഷം ഞാൻ അതിനെ കൊണ്ടു നടന്നു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിനൊന്ന് റീപെയിൻറ്റ് ചെയ്ത് പുതിയ സ്റ്റിക്കർ വർക്കൊക്കെ നടത്തി ഞാനതിനെ സംരക്ഷിച്ച് കാത്തു പരിപാലിച്ച് കൊണ്ടു നടന്നു. ഞാൻ ആദ്യമായി ക്യാമറ എടുക്കുമ്പോൾ എനിക്ക് ആദ്യമായി വാങ്ങിയ മിക്ക സാധനങ്ങളിലും ഇങ്ങനൊരു സംഭവമുണ്ട്. കാരണം ആഗ്രഹിച്ച് കൊതിച്ച് നമുക്ക് ലഭിച്ചതാണ്. നമ്മുടെ അധ്വാനത്തിൻ്റേതല്ലാതെ ആരുടെയെങ്കിലും അധ്വാനത്തിൻ്റെ കാര്യം കൊണ്ട് നമുക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ മക്കൾ വില വയ്ക്കാറുണ്ടോ? ഉണ്ടാകാം. ചില ആളുകൾ ഇപ്പോൾ ഒരു ടെഡി ബീറൊക്കെ മറ്റേ പാവ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ മിക്കവരിലും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇത് നശിപ്പിക്കാം, എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് പുതിയത് എങ്ങനെ ചോദിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ചിന്ത. ഒരു ബലൂൺ കിട്ടിയാൽ അത് പൊട്ടിച്ചിട്ട് വേണം പുതിയത് ചോദിക്കാൻ. കാരണം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇത് തന്നെയാണ്. അനുഭവത്തിലൂടെ ദൈവത്തെ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുന്നുണ്ടോ? 2 പ്രശ്നമാണ്. ഒന്ന്, അനുഭവത്തിലൂടെ ആണെങ്കിലും ദൈവത്തെ അറിയാതിരിക്കാനുള്ളൊരു പ്രതിബിംബം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നീ ഒരിക്കലും ദൈവത്തിലേക്ക് പോകരുത്, പകരം ദൈവമെന്ന് തെറ്റിദ്ധരിക്കുന്ന പലതിലേക്കും നീ ഡീവിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ദൈവമെന്ന തെറ്റിദ്ധാരണ വളർത്തുന്ന പലതും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ദൈവത്തിലേക്ക് പോകത്തില്ല. ഇപ്പം റീസെൻ്റ്ലി നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം വരികയാണ്, ഒരു രോഗി വരികയാണ്, അവൻ്റെ അടുത്ത് നമ്മൾ ദൈവവചനം പറയുകയാണ്. ഇപ്പം എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. വചനം പറയുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും കൂടി ഒരു കിഡ്നി പേഷ്യൻറ്റ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടതടവില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് എന്നെ വിളിക്കുന്ന സഹോദരൻ വിളിച്ചിട്ട് പറയുകയാണ്, ബ്രദറെ, നമ്മൾ ആദ്യത്തെ 2-3 പ്രയറിലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മാറ്റം ഉണ്ടായതാണ്, നല്ല വേരിയേഷൻ ഉണ്ടായതാണ്. മെഡിക്കൽ കോളേജിൽ ആയിരുന്നു, ഇപ്പം ആൾ വീട്ടിലാണ്, നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് അവർക്കൊന്ന് കലവൂർ വരെ പോകണം എന്നാണ് പറയുന്നത്, ആലപ്പുഴ വരെ പോകണം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അല്ല, അവർ മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പത്രം കിട്ടി, കൃപാസനം പത്രം. അപ്പോൾ ആ പത്രം പത്രം ചെയ്തതുകൊണ്ടുമാണ് സൗഖ്യം ലഭിച്ചതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയില്ല ബ്രദറെ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആര് കയറി? കള
കയറി. കള അതിൻ്റെ അകത്ത് കയറിയിട്ട് എല്ലാത്തിൻ്റെയും അധികാരം, അവകാശം സ്വന്തമാക്കാനുള്ള ശ്രമം നടക്കുക. പലപ്പോഴും ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാൻ സാധിക്കാത്ത വണ്ണം നമ്മുടെ മുൻപിൽ എന്തു വരും? ഒരു മായ കാഴ്ച പോലെ, ഒരു പ്രതിബിംബം പോലെ മറ്റെന്തെങ്കിലും വന്ന് നിൽക്കുന്ന ഒരു രീതി ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം അവൻ അനുഭവത്തിലൂടെ ദൈവത്തെ അറിയണം. നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ബുക്ക് ഓഫ് വിസ്ഡം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവൻ ദൈവത്തെ അന്വേഷിച്ചു പോയി കഴിഞ്ഞപ്പോൾ, ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവൻ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശക്തിഗോചരങ്ങളായ പലതും കണ്ട് അത് ദൈവമാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. സൂര്യനെ കണ്ടപ്പോൾ തോന്നി, അത് കൊള്ളാം, കാലത്ത് വരുന്നു വൈകിട്ട് പോകുന്നു, ഇവനായിരിക്കും ഒരുപക്ഷെ നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവം എന്നവൻ തെറ്റിദ്ധരിച്ചു. അവൻ പിറ്റേ ദിവസം തുടങ്ങി സൂര്യ ആരാധന തുടങ്ങി. ചന്ദ്രനെ കണ്ടപ്പോൾ കൊള്ളാലോ, ഇവൻ വലിയ പ്രശ്നമൊന്നുമില്ല, സൂര്യനാണെങ്കിൽ ചില നേരത്ത് നമ്മളെ കരിച്ചു കളയും, ചില വെയിലൊക്കെ തരും, ചന്ദ്രനാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എന്നാൽ പുള്ളിയും അങ്ങ് അകലെ കത്തുന്നുണ്ട്, ഇനി ഇവനായിരിക്കുമോ ദൈവം? നക്ഷത്രങ്ങളെ കാണുമ്പോൾ അതും പ്രകാശിക്കുന്നുണ്ട്, അതായിരിക്കുമോ ദൈവം? കാറ്റ് കാണുന്നു, ഇടിമിന്നൽ കാണുന്നു, ഇങ്ങനെ പ്രകൃതിയിലെ ശക്തിയുള്ള സകലതും കാണുമ്പോൾ അവൻ തെറ്റിദ്ധരിക്കുന്നു, ഇതായിരിക്കുമോ ദൈവം? അവൻ അങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഈ ഭൂമിയിലുള്ള മറ്റു പലതിനും സൃഷ്ടവസ്തുക്കൾക്ക് കൈമാറാൻ തുടങ്ങി. പലതിലേക്കും അവനെ ഡീവിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തുടങ്ങി. ഇന്ന് ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും തെറ്റിദ്ധരിച്ചു പോകുന്ന അവസ്ഥ ഇത് തന്നെയാണ്, അല്ലേ? സത്യമല്ലേ? ആണോ? അല്ലേ? അവർ വിചാരിക്കുന്നത് അവരാശ്രയിച്ചപ്പോൾ അതിൽ നിന്ന് എന്തോ ലഭിച്ചു എന്നാണ് വിചാരിക്കുന്നത്. കടലിൽ പോവുക ഒരാൾ, ടൈറ്റാനിക് കപ്പൽ, അല്ലേ? വളരെ പ്രശസ്തമായൊരു കപ്പലാണ്, വളരെ നല്ല രീതിയിൽ പണിതൊരു കപ്പലാണ്. ഇതുപോലെ കടലിൽ പോകുന്ന യാനങ്ങളുണ്ട്, വലിയ വഞ്ചികളുണ്ട്, ചെറിയ കപ്പലുകളും ബോട്ടുകളും എല്ലാം ഉണ്ട്. ഈ കടലിൽ പോകുമ്പോൾ ഈ ഒരു ചെറിയൊരു കപ്പൽ വേണ്ട, ഒരു ചെറിയ വഞ്ചി ഉണ്ടാക്കാൻ എന്തോരം വലിയ മരം വേണം നമുക്ക്? എന്തോരം വലിയ മരം വേണം? ഏറ്റവും കുറഞ്ഞത് തിരക്കേടില്ലാത്തൊരു മരം വേണ്ടേ ഒരു വഞ്ചി ഉണ്ടാക്കാനായിട്ട്? നല്ല മരം വേണം. ഓക്കെ, ആഞ്ഞിലിയോ തേക്കോ ഈട്ടിയോ എന്ത് വേണമെങ്കിലും എടുക്കട്ടെ, എന്തായാലും നല്ല മരം വേണം. ഇനി വലിയ കപ്പലുകൾ അല്ലെങ്കിൽ വലിയ ബോട്ടുകളാണെങ്കിൽ അതിന് ചിലപ്പോൾ 2, 3, 4, 5 മരങ്ങളൊക്കെ വേണം. എണ്ണമില്ല, ചിലപ്പോൾ അതിൻ്റെ പലകൾക്ക് വേണ്ടി അതിൽ കൂടുതൽ മരങ്ങൾ വേണം, ഇരുമ്പ് വേണം, ഇങ്ങനെ പല സാധനങ്ങൾ വേണം. ഇന്നത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് പല രീതിയിൽ ഈ കപ്പലുകൾ ഉണ്ടാക്കുന്നു. പക്ഷേ കടലിലെ കാറ്റും കോളിനെയും നിയന്ത്രിക്കാൻ പോകുന്നതിന് മുൻപ് ഇത്രയുള്ളൊരു മരം കൊണ്ടുണ്ടാക്കിയ രൂപത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ടിട്ട് പുള്ളിയോട് പറയുക, പോവാണ്, കാര്യം ഒന്ന് സെറ്റാക്കണം കേട്ടോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇത്രയുള്ള ഒരു വിഗ്രഹത്തിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു ചെറിയ രൂപത്തിന് മുൻപിൽ ചെന്ന് താണു വണങ്ങി അവനോട് പറയുകയാണ്, അതായത് ഇത്രയും വലിയ മരത്തിൽ അവന് പ്രതീക്ഷയില്ല. 10 20 മരം കൂട്ടി ഉണ്ടാക്കിയ ആശേരി ഉണ്ടാക്കിയ ആ കപ്പലിൽ അവന് പ്രതീക്ഷയില്ല. തിരമാലകളെ തകർക്കാൻ ഈ മരത്തിന് സാധിക്കുമെന്ന് അവന് പ്രത്യാശയില്ല. അവന് പ്രതീക്ഷ എന്തിനോടാ? ഈ ഇത്രയുള്ള ഒരു മരത്തിൽ കൊത്തിയ ഒരു ചെറിയ രൂപത്തിലാണ് ശക്തിയുണ്ടെന്ന് അവൻ തെറ്റിദ്ധരിക്കുക. മനുഷ്യൻ അവൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തെ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ എന്ത് പറ്റുന്നു? അതിലേക്ക് പോകുന്നില്ല, മറ്റു പലതിലേക്ക് അവൻ ഡീവിയേറ്റ് ആകുന്നു. സത്യത്തിൽ മൈത്രേയനെ തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യവും അദ്ദേഹം കണ്ടു വളർന്ന സാഹചര്യവും ഇതിന് സമാനമാണ്. ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളും ചെറിയ ചെറിയ ഈ ശക്തികളും നിറഞ്ഞ അല്ലെങ്കിൽ ശക്തികളെന്നറിയപ്പെടുന്ന ഈ പലതിലെയും ആശ്രയിക്കുന്ന ഒരു സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തി ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവം മനുഷ്യൻ ഇങ്ങനെയുള്ള കഴിവില്ലാത്ത വിഗ്രഹങ്ങളിലോ മറ്റു പലതിലോ ആശ്രയിക്കുന്ന മനുഷ്യനെയാണ് അദ്ദേഹം കാണുന്നത്. അതല്ലാതെ ബൈബിൾ അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷേ ഈ ബൈബിളിലുള്ള സത്യദൈവത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ആ ദൈവത്തിന് ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്നും ആ ദൈവിക പദ്ധതി വളരെ വ്യത്യസ്തമാണെന്നും ആ പദ്ധതിയാകട്ടെ അവൻ്റെ അനുഭവത്തിലുള്ള ദൈവത്തെ തിരിച്ചറിയാനുള്ളതാണെന്നും ഇതെല്ലാം മുൻപിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വാക്യം കൂടി ഒന്ന് വായിച്ചേ. നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചോ. എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു, നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ അരയോഗാപാസിലെ അവിടുത്തെ പ്രശസ്തരായ കവികളും തത്വചിന്തകന്മാരും സ്റ്റോയിക് ചിന്തകന്മാരൊക്കെ അവരുടെ കവിതകളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ സന്താനങ്ങളാണ് നാം, ദൈവത്തിന്റെ സന്താനങ്ങളാകിയാൽ മനുഷ്യന്റെ ഭാവനയും
ശില്പവദ്യയും ചേർന്ന്. അല്ല, അതിന്റെ മുകളിലെ വചനം വായിച്ചോ. നിങ്ങൾ എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, അവിടെ ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ മക്കളാണെന്ന് നിങ്ങളുടെ കവികൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തെറ്റൊന്നുമല്ല, അത് ശരിയാണ്. എന്താണ്? നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ സൃഷ്ടികൾ തന്നെയാണ്. ഇനി ഒരു ചെറിയൊരു ഉദാഹരണം പറയുക. അപ്പം മൈത്രേയൻ പറഞ്ഞല്ലോ, മനുഷ്യൻ ഇപ്പം മനുഷ്യനെ കഷ്ടപ്പെട്ട് സൃഷ്ടിക്കുക. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ന് കേരളത്തിലും ലോകത്തും ഏറ്റവും കൂടുതൽ മെഡിക്കൽ സയൻസ് ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്ന കാര്യവും ഏറ്റവും കൂടുതൽ മെഡിക്കൽ സയൻസിനെ ആശ്രയിക്കുന്ന കാര്യം എന്തായിരിക്കും? ഇൻഫെർട്ടിലിറ്റി അല്ലേ? ആണോ? അല്ലേ? ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പണ്ട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ വളരെ കുറവായിരുന്നു. സാധാരണ ഇപ്പോൾ കാർഡിയാക് ഹോസ്പിറ്റലുകൾ കാണാം, നോർമൽ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ ഇങ്ങനെയുള്ളത് കാണാം. പക്ഷേ ഇന്ന് അതിനേക്കാൾ കൂടുതൽ സ്പെഷ്യാലിറ്റികൾ വരുന്നത് ഇൻഫെർട്ടിലിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ട് അത് സംഭവിച്ചു? അതായത് മക്കളില്ലാണ്ടായി. ഇനി ഇതേ അവസ്ഥ തന്നെ നിലനിൽക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ചിന്തിച്ചു നോക്കണം. ഡൽഹിയിൽ ഒരൊറ്റ ദിവസം ഒരൊറ്റ ഇൻസിഡൻറ്റിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. ഹൗ ഇറ്റ്സ് പോസിബിൾ? ഇതെങ്ങനെ സംഭവിക്കുന്നു? അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും വർഷങ്ങളോളം കാത്തിരുന്നിട്ടും വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാതെ വരുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നടന്ന അല്ലെങ്കിൽ അത്രയും ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടി പോലും ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ആ ദിവസം നമുക്കറിയാം, ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ പലപ്പോഴും പീക്ക് ഡേ എന്ന് പറയുന്ന ഒറ്റ ദിവസമാണ്. മേ ബി അത് 24 മണിക്കൂർ നീണ്ടാക്കാം, ചിലപ്പോൾ 48 മണിക്കൂർ ആയേക്കാം, ചിലപ്പോൾ ചിലത് 72 മണിക്കൂർ വരെ വന്നേക്കാം. അത്രയൊക്കെ ഉള്ളൂ. അത് അതേ ദിവസം ആ സമയം തന്നെ സംഭവിക്കുകയും ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ചിന്തിച്ചു നോക്കുക. എത്രത്തോളം ക്രൂവലിറ്റിയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുകൂടെ നമ്മൾ ചിന്തിച്ചു നോക്കുക. മനുഷ്യൻ്റെ ചിന്തയും ഭാവനയാണോ നടക്കുന്നത്? മനുഷ്യൻ്റെ ആഗ്രഹമാണോ നടക്കുന്നത്? മനുഷ്യൻ്റെ കൺട്രോളിലാണോ നിൽക്കുന്നത്? അല്ല, യാതൊരു രീതിയിലും മനുഷ്യൻ്റെ കൺട്രോളിൽ ഈ കാര്യമില്ല. ഇതെന്നല്ല, ഒരു കാര്യവും നമ്മുടെ കൺട്രോളിലല്ല, നമ്മുടെ ചിന്തയിലല്ല, നമ്മുടെ ഭാവനയിലല്ല നടക്കുന്നത്. ആരുടെ ഭാവനയിലാണ്? ദൈവത്തിൻ്റെ ഹിതത്താലും ഇഷ്ടത്താലുമാണ് നടക്കുന്നത്. ഈ ഭൂമിയിലെ സകല കാര്യത്തിൻ്റെയും കൺട്രോളിങ് ദൈവത്തിന് തന്നെയാണ്. നമ്മളാണ്, മനുഷ്യനാണ് ദൈവത്തോട് പറയുന്നത്, എന്നാ ഇപ്പം നടത്തി കാണിക്കും, ഞാനിപ്പോൾ ശരിയാക്കി തരാം. നടക്കുമോ? നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത്, എൻ്റെ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഗ്രാജുവലി ഉള്ള പ്രോസസ്സിൽ കഴിഞ്ഞ വർഷങ്ങൾ പലത് ദൈവം അനുഭവത്തിലൂടെ എന്നെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. ആദ്യം ഞാൻ എന്നിൽ വന്ന ആ പ്രവചനം കേട്ടപ്പോൾ അല്ലെങ്കിൽ ആ ദൂത് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെ വിശ്വസിക്കും? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മെഡിക്കലി യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും, ഒരു കുഴപ്പമില്ല, കാരണം ഒരു കുഞ്ഞുണ്ട്. പക്ഷെ 11 വർഷം കാത്തിരുന്നു രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി. എത്രയോ കേസുകളാണ് ഇതുപോലത്തെ, എത്രയോ കേസുകളാണ്. പക്ഷേ ദൈവം പറഞ്ഞത് എന്തെങ്കിലും വല്ല വ്യത്യാസമുണ്ടോ? ദൈവം തൻ്റെ ദൂതരിലൂടെയോ ദൈവം തൻ്റെ ദാസരിലൂടെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ മാറ്റവുമില്ല. ഇന്ന് ലോകം മുഴുവൻ നടക്കുന്നത് ഈ വിശുദ്ധ ബൈബിൾ എന്ത് പ്രഖ്യാപിച്ചിരിക്കുന്നോ അതിനടിസ്ഥാനപ്പെടുത്തിയ അണുവിടെ വ്യത്യാസമില്ല, ഒരു വാക്ക് പോലും വ്യത്യാസമില്ല. ദൈവം തൻ്റെ പ്രവാചകരിലൂടെ എന്തു പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതിന് യാതൊരുവിധ മാറ്റവും. നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് ഞാൻ പലപ്പോഴും വിമർശകരോട് പറയുന്നൊരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വെറുതെ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുക. ഇസ്രായേൽ എന്താണ്, ആ രാജ്യം എങ്ങനെയാണ്, ഫിസിക്കൽ ഇസ്രായേലിനെ കുറിച്ച് പഠിച്ചിട്ട് ബിബ്ലിക്കലി ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ വെറുതെ ഗൂഗിളിൽ ചുമ്മാ ChatGPT എന്തെങ്കിലും വെച്ചിട്ട് വെറുതെ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ വാട്സാപ്പിൽ പോലും ചുമ്മാ മെറ്റോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും ഏതൊക്കെ ബൈബിൾ വാക്യമാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനം. വായിച്ച് തീരില്ല, ലക്ഷക്കണക്കിന് അല്ല ആയിരക്കണക്കിന് വചനങ്ങൾ വരും. പക്ഷേ ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് മാറിപ്പോയിട്ടുണ്ടോ? ഒരൊറ്റ പ്രവചനം പോലും മാറിപ്പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറോ മനുഷ്യൻ്റെ ചിന്തയ്ക്കോ ഭാവനയ്ക്കോ തീരുമാനിക്കാൻ കഴിയാത്ത സമയത്ത് ദൈവം തൻ്റെ പ്രവാചകരിലൂടെ പറഞ്ഞത് ഇന്ന് ഈ 2025 ഈ അഭ്യസ്ത വിദ്യരെന്നും ലോകം മുഴുവൻ കീഴടക്കി, ചന്ദ്രനിലും സകലത്തെയും കീഴടക്കി എന്ന് പറയുന്ന ഈ ശാസ്ത്ര ലോകത്തിന് അത്ഭുതത്തോടുകൂടി കണ്ടിരിക്കുകയാണ് ഇന്നും സംഭവിക്കുന്നതിനെക്കുറിച്ച് ദൈവം എന്ന് പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം തൻ്റെ ദാസരിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത വാക്യം കൂടി ഒന്ന് വായിക്കാമോ? അതായത് നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന
പ്രതിമ പോലെയാണ് ദൈവരൂപം എന്ന് വിചാരിക്കരുത്. കർത്താവ് പറഞ്ഞ വാക്യം വളരെ സ്പഷ്ടമാണ്. നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ, നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകിയാൽ, സാധാരണ നമ്മൾ എപ്പോഴും സ്ഥിരമായി പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അപ്പനെ അങ്ങനെ തന്നെ വാർത്തു വെച്ചേക്കാ കുഞ്ഞ് അല്ലേ പറയില്ലേ, അല്ലെങ്കിൽ അമ്മയെ അങ്ങനെ തന്നെ അച്ചിലുണ്ടാക്കിയ പോലെ ഡിട്ടുമാണ്, അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കാ കുഞ്ഞ്. പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മളോട് നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും പറയും, അപ്പം ഞാൻ ദൈവത്തിൻ്റെ സന്താനമാണെങ്കിൽ എന്നെ പോലെ തന്നെയാണ് ദൈവം അല്ലേ. ഇത്രയും സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും ദൈവത്തിന് കുറച്ച് സൗന്ദര്യമൊക്കെ കൊടുക്കാം നമുക്ക്. എൻ്റെ അത്ര സൗന്ദര്യമൊന്നും ഞാൻ കൊടുക്കാൻ തയ്യാറല്ല, എന്നാലും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. കുഴപ്പമില്ല, പരാതിയില്ലല്ലോ അല്ലേ. അല്ലെ എന്നേക്കാൾ കൂടുതൽ സൗന്ദര്യമാണോ? നമ്മളെപ്പോലെ തന്നെയാണോ ദൈവം? അങ്ങനെ ആയിരിക്കുമോ? കാരണം വചനം പറയുന്നു ദൈവത്തിൻ്റെ സന്താനങ്ങളാണ് നമ്മൾ. എന്നിട്ട് അടുത്ത വാക്യം, ആ വാക്യത്തിന്റെ പൂർണ്ണത ശ്രദ്ധിച്ചു. നാം ദൈവത്തിന്റെ സന്താനങ്ങളാകിയാൽ മനുഷ്യന്റെ ഭാവനയോ ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപം എന്ന് വിചാരിക്കരുത്. ദൈവരൂപം എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളുടെ ദൈവത്തിന്റെ രൂപം ഒരിക്കലും നമ്മൾ ഈ കാണുന്ന പോലെയല്ല. ഈ രീതിയിലാണോ ദൈവത്തിന്റെ രൂപം? അല്ല, ഇങ്ങനെയല്ല. ഇത് നമ്മുടെ ചിന്തയും നമ്മുടെ ഭാവനയുമാണ്. നമ്മളുടെ ഇഷ്ടവും നമ്മുടെ ഹിതവും, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തയും ഭാവനയും. അടുത്ത വാക്യം വായിച്ചോ. അഗ്നിയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്താപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ആമേൻ. ദൈവം പറയുകയാണ്, അജ്ഞതയുടെ കാലത്ത് ദൈവം മറക്കാൻ തീരുമാനമെടുത്തു. അജ്ഞതയുടെ കാലം ഓക്കെ, ഞാൻ വിടുകയാണ്. നിനക്കറിവില്ലാത്ത കാലത്തെ ദൈവം പരിഗണിക്കുന്നില്ല. ദൈവം ആ കാലത്തെ മാറ്റി നിർത്തുക. പക്ഷേ ഇന്ന് നീ അറിവുള്ളവനാകിയാൽ, ലോകത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ബോധ്യമുള്ളവനാകിയാൽ, ഇനി നിനക്ക് ഒഴിവ് കഴിവില്ല. ഇനി നീ ദൈവത്തെ അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് പഴയ കാലത്തെ കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ സകല ജനതകളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം സകല ജനങ്ങളും എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. എല്ലാ മനുഷ്യരും എന്ത് ചെയ്യണം? അനുതപിക്കണം, പശ്ചാത്തപിക്കണം. എന്താണ് അനുതാപം? എന്താണ് പശ്ചാത്താപം? നമ്മുടെ പാപത്തെ ബോധ്യത്തിൽ തിരിച്ചറിഞ്ഞ് തെറ്റിനെ തെറ്റായി അംഗീകരിക്കുന്നതാണ് പശ്ചാത്താപം. തെറ്റിനെ ന്യായീകരിക്കുന്ന പശ്ചാത്താപമാണോ? നമ്മളെപ്പോഴും ചെയ്യുന്നത് എന്തുവാ? തെറ്റിനെ അംഗീകരിക്കുകയാണോ തെറ്റിനെ ന്യായീകരിക്കുകയാണോ നമ്മൾ ചെയ്യാറ്? ഒരു പരിധി വരെ 99.9% ആളുകളും, ഞാനടക്കമുള്ള ആളുകൾ തെറ്റിനെ ന്യായീകരിക്കുക. ഒരാൾ പറയുകയാണ്, എനിക്ക് ദൈവത്തിൻ്റെ മെസ്സേജ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലൊരു അബോർഷൻ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, ദാറ്റ്സ് മൈ സിറ്റുവേഷൻ. ആ സമയത്ത് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അപ്പം ദൈവമാണോ നിൻ്റെ ഉദരത്തിൽ ആ കുഞ്ഞിനെ സൃഷ്ടിച്ചത് എന്നൊരു ചോദ്യം അപ്പുറത്തുണ്ട്. ഈ സൃഷ്ടിക്ക്, ഈ ദൈവത്തിന് നിൻ്റെ സിറ്റുവേഷനെ അറിയില്ലായിരുന്നു. അപ്പം നമ്മളവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം ഇല്ല എന്നാണ് പറയുന്നത്. ദൈവം ഇല്ല. കാരണം എൻ്റെ ഉദരത്തിൽ ആ കുഞ്ഞിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് എൻ്റെ സിറ്റുവേഷൻ അറിയില്ലായിരുന്നു. സോ ദൈവം ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഏത് പ്രോബ്ലത്തും ദൈവം കാണുന്നുണ്ടോ ഇല്ലയോ? നിന്റെ നിരാശയെ ദൈവം കാണുന്നുണ്ടോ? നിനക്ക് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യത്തെ ദൈവം കാണുന്നുണ്ടോ? സകല കാര്യവും ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. പക്ഷെ ദൈവം അതിനൊരു കാലവും സമയവും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേ അത് നടന്നാലേ നമുക്ക് ദൈവത്തെ അറിയാനും ദൈവത്തെ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ നിന്റെ അനുഭവത്തിലൂടെ ദൈവത്തെ സ്വീകരിക്കാനും സാധിക്കത്തുള്ളൂ. അതുവരെ ദൈവം അത് കൈയഴിച്ചു വിടും എന്നുള്ളതാണ് സത്യം. ആ വചനം ഒന്നുകൂടി വായിച്ചോ ബ്രദറെ. നമ്മളിപ്പോൾ വായിച്ച വചനം, അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്താപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കുവാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകി. മരിച്ചവരിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് കർത്താവ് അതിന് ഒരു ഉറപ്പ് നൽകി. ഒരു ദിവസമുണ്ട്, നിനക്ക് വിധി നിശ്ചയിക്കുന്ന ഒരു ദിവസമുണ്ട്. അതെന്നാണെന്ന് നമ്മൾ കാത്തിരിക്കുക. എപ്പോഴാണ് വിധി നിശ്ചയിക്കുക? എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം വരിക? എൻ്റെ പ്രതിസന്ധിക്ക് ഒരു മാറ്റം വരിക? ഇതൊരു ചോദ്യമായിട്ട് നമ്മുടെ എല്ലാം മുമ്പിൽ കിടക്കുക. ദൈവത്തെ നമ്മൾ വിശുദ്ധ ബൈബിളിൽ പ്രവാചകന്മാരും സകലരും അനുഭവിച്ച രീതി നമ്മൾ നോക്കിയാൽ, ദാനിയേൽ പ്രവാചകൻ ദൈവത്തെ തുടക്കം മുതൽ അറിഞ്ഞു, ഒടുക്കം വരെ അറിഞ്ഞു. മുഴുവൻ അനുഭവത്തിലൂടെയാണ് പല കാര്യങ്ങളും.
അവനൊരു തീരുമാനമെടുത്തു. അവനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന 3 യുവാക്കളൊരു തീരുമാനമെടുത്തു, ഞങ്ങൾ ആരെ ആരാധിക്കില്ല, ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല എന്നൊരു തീരുമാനമെടുത്തു. അവർക്കൊരു അനുഭവം ഉണ്ടായി. എന്തുവാണ്? അഗ്നിയുടെ മധ്യത്തിൽ കർത്താവിനെ കണ്ടു. എൻ്റെ ചോദ്യം ഇതാണ്, അഗ്നിയിൽ എറിയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവർ ആ കർത്താവിനെ കാണുമോ ഇല്ലയോ? അഗ്നിയിൽ എറിയപ്പെട്ടത് കൊണ്ടല്ലേ അവർ ആ കർത്താവിനെ കണ്ടത്. അഗ്നി അവരെ വിഴുങ്ങിയോ? അവരുടെ തലമുടി നാരിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നോ? യാതൊരു പ്രതിസന്ധിയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അഗ്നിയിൽ എറിയപ്പെട്ടപ്പോഴാണ് അനുഭവത്തിലൂടെ അവരുടെ ദൈവത്തെ കുറച്ചും കൂടി അവർക്ക് ബോധ്യമായത്. അവർ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ഈ അഗ്നിയിൽ നിന്നും, ഈ പ്രതികൂലത്തിൽ നിന്നും, ഈ രാജാവിൻ്റെ കരത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഇൻ കേസ് ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും നീ സർവശക്തനാണ്, ഞാൻ നിന്നിൽ തന്നെ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? നമ്മൾ പറയുന്നത് എന്തുവാ? ഞാൻ ചോദിച്ചിട്ട് ആ കാര്യം നടത്തി കിട്ടിയാൽ ഞാൻ നിന്നിൽ വിശ്വസിക്കാം, ഞാൻ നിന്നെ ആരാധിക്കാം. അല്ലേ? നമ്മുടെ പല പ്രാർത്ഥനയിലും ഉണ്ട് ഈ പ്രശ്നം. നമ്മുടെ പല പ്രാർത്ഥനയിലും ഇങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ഇത് നടന്നാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാം, ഞാൻ ഇന്ന കാര്യം ചെയ്തതുകൊണ്ട് നീ ഇന്നത് നടത്തി തരണം. ഞാൻ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേൽക്കുന്നു, 6 മണിക്ക് എഴുന്നേൽക്കുന്നു, നീല തിരി എത്തിക്കുന്നു, പച്ച തിരി എത്തിക്കുന്നു, ഞാൻ 2 പ്രാവശ്യം ബൈബിൾ വായിക്കുന്നു, ഇത്തിരി നേരം പ്രാർത്ഥിക്കുന്നു. നമ്മളെ കാര്യം അങ്ങോട്ട് എത്തണം, കൃത്യം നടക്കണം. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഒരു പാലം വെച്ചാൽ അങ്ങനെയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, ഒരു സൈഡിലേക്ക് മാത്രം, വൺ വേ ഇതുവരെയും നടക്കില്ല. നമ്മളുടെ ചിന്തയിലും ഭാവനയിലും ദൈവത്തെ എന്ത് ചെയ്തിരിക്കുക? താഴെ കൊണ്ടുവന്ന് വെച്ചേക്കുക. ഞാൻ അങ്ങോട്ട് തരാം, നീ ഇങ്ങോട്ട് തന്നോണം. അല്ലേ? നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ച പൈസ നമ്മൾ ATM ചെന്നാൽ തരണ്ടേ? കൃത്യമായിട്ട് കിട്ടണ്ടേ? നമ്മൾ നിക്ഷേപിച്ച് വെക്കുകയാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് വെച്ചേക്കുക. ചോദിക്കുമ്പോൾ ഇനി തന്നേക്കണോട്ടോ എന്ന് പറഞ്ഞേക്കുക. മനുഷ്യൻ ദൈവത്തെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ സാധാരണ വ്യക്തിയാക്കി മാറ്റുന്നു. ദൈവത്തിൻ്റെ ദൈവിക സ്ഥാനത്തെ മനുഷ്യൻ എടുത്ത് കളയുക, അതിനെ ഇല്ലാതാക്കുക. നമുക്ക് ആ വചനം ഒന്നും കൂടി വായിക്കാൻ പറഞ്ഞേ. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കുവാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ലോകത്തെ മുഴുവൻ ദൈവം നീതിയോടെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ വിധി ദിനത്തെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? യാതൊരു വിധത്തിലും ആ വിധി ദിനത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം മനുഷ്യനെ ആ വിധി ദിനത്തിൽ നിർത്താതെ മറ്റൊരു തലത്തിൽ ക്രിസ്ത്യാനിയെ വിധിക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. 1 കൊരിന്തോസ് 11 അധ്യായം 27 വാക്യം നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും ബൈബിൾ എടുക്കുക. 1 കൊരിന്തോസ് 11 അധ്യായം 27 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാം. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. അതായത് പശ്ചാത്തപിക്കാതെ ന്യായീകരിച്ചുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നത്? പശ്ചാത്തപിക്കുകയാണോ ന്യായീകരിക്കുകയാണ്. മിക്കപ്പോഴും നമുക്ക് നടക്കുന്നത് ന്യായീകരണമാണ്. നിൻ്റെ ഈ പ്രശ്നത്തെ ദൈവത്തിന് അറിയോ ഇല്ലയോ എന്നൊരു ചോദ്യം അവിടെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? ന്യായീകരിക്കുക. ഓക്കെ, ഒരാൾ എന്നോട് മോശമായി പെരുമാറി, ഞാൻ തിരിച്ചു മോശമായി പെരുമാറി. സിറ്റുവേഷൻ, ഐ ആം ഹെൽപ്ലെസ്, വേറെ വഴിയില്ലായിരുന്നു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ ഞാൻ മാക്സിമം ക്ഷമിച്ചു നോക്കി. ഞാൻ ചോദിക്കുക, ദൈവത്തിന് അറിയില്ലായിരുന്നോ അയാൾ ഇവിടെ വരികയും നീ തിരിച്ചു പറയുകയും ചെയ്യുന്നു? നമ്മൾ ദൈവത്തിന് മുമ്പിൽ പറയുക, കർത്താവേ, ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി, പക്ഷെ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അവനിട്ട് 2 കൊടുത്തു, 2 തെറിയും വിളിച്ചു, എന്നോട് ക്ഷമിക്കണമേ. ക്ഷമിക്കുമോ? കർത്താവ് എന്താ പറഞ്ഞേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ നീ എന്നോട് ക്ഷമിച്ചാൽ മതി. ന്യായീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ചാൽ ദൈവം പറയും, ഓക്കെടാ, ശരിയാക്കി തരാം, നീ അവനോട് എങ്ങനെ ക്ഷമിച്ചേ അതുപോലെ ഞാൻ നിന്നോട് ക്ഷമിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ദൈവം അങ്ങനെ ക്ഷമിച്ചാൽ നമ്മുടെ കാര്യം നടക്കുമോ? നമ്മുടെ കാര്യം നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. ഇവിടെ ദൈവവചനം പറയുകയാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, പക്ഷെ പശ്ചാത്താപം എന്ന് പറയുന്ന സാധനം യഥാർത്ഥമല്ല. കപടതയാണ് മനുഷ്യൻ്റെ പശ്ചാത്താപം ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ്, അത് എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിക്കാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത്. എന്നിട്ട് പറയുക, അതിനൊരു ഓർഡർ പറയുക. ആ ഓർഡർ ഇങ്ങനെയാണ്:
നിങ്ങളിൽ പലരും രോഗികളും. രോഗമില്ലാത്തവരൊന്ന് കൈവെക്കാമോ? ഒരു രോഗവും ഇല്ലാത്തവരൊന്ന് കൈവെക്കുക. ഈ രോഗങ്ങൾ ആവശ്യം പോലെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിൽ പലരും രോഗികളായതിൻ്റെ കാരണം എന്താണ്? യഥാർത്ഥമായ പശ്ചാത്താപമില്ലാതെ ന്യായീകരിക്കുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം. അടുത്തത്, ഇനി ഞാൻ രോഗിയായി കഴിഞ്ഞ് പിന്നെ വരുന്ന കാര്യം എന്താണെന്നുള്ളത് അടുത്ത കാറ്റഗറി പറയുകയാണ്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും. ഒന്നാമത്തെ കാറ്റഗറി രോഗിയാണ്. രണ്ടാമത്തെ കാറ്റഗറി ദുർബലരും. എഴുന്നേക്കാൻ പറ്റാണ്ടാവും. ആദ്യം രോഗിയാവും, പിന്നെ രോഗം മൂർച്ഛിച്ച് ദുർബലനാവും. അടുത്തത് ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും. അടുത്തത് മരണം. മൂന്നാമത്തെ കാറ്റഗറി. ഒന്നാമത്തെ കാറ്റഗറി രോഗിയാ. ഇപ്പൊ രോഗിയാണെങ്കിൽ ഒരു സാധ്യതയുണ്ട്, ഇപ്പൊ വേണമെങ്കിൽ പശ്ചാത്തപിച്ച് തിരിച്ച് ദൈവത്തിലേക്ക് എന്നോ ദുർബലനാകാതെ രക്ഷപ്പെടാം. എന്താകാതെ രക്ഷപ്പെടാം? ദുർബലനാകാതെ രക്ഷപ്പെടാം. ഇപ്പൊ ദുർബലനാണെങ്കിൽ വീണ്ടും ഒരു സാധ്യതയുണ്ട്, മരണം വരാതെ രക്ഷപ്രാപിക്കാം. കാരണം മൂന്നവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് രോഗിയാവും, രണ്ട് ദുർബലനാകും, മൂന്ന് മരണം സംഭവിക്കും. എന്നിട്ട് അടുത്ത വാക്യം കൂടി ഒന്ന് വായിച്ചു. അത് വളരെ കൃത്യതയാർന്ന ഒരു സംഭവമാണ് നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നുവെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചെങ്കിൽ നാം നമ്മൾ വിധിക്കപ്പെടില്ലായിരുന്നു. നമ്മൾ നമ്മെ കൃത്യതയോടുകൂടി ശരിയായിട്ടാണോ വിധിച്ചിരിക്കുന്നത്? ആണോ? നമ്മൾ നമ്മെ വിധിക്കുന്നത് രൂപക്കൂട്ടിൽ വെച്ചിട്ടാ, സ്വർണത്തിൻ്റെ മാലിടിയിച്ചിട്ടാ, അധികാരത്തിൻ്റെ സകലതും വെച്ചിട്ടാണ് നമ്മൾ നമ്മെ തന്നെ വിധിക്കുന്നത്. ഞാൻ പാപിയല്ല, ഞാൻ വിശുദ്ധനാണ്. സിറ്റുവേഷൻ, അതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ പ്രോബ്ലം സിറ്റുവേഷനാണ്, അല്ലാതെ ഞാനല്ല എൻ്റെ പ്രശ്നം. ഞാൻ നല്ല കുഞ്ഞാണ്. മറ്റേ ഏതൊരു സിനിമയിൽ സലിംകുമാർ പറയുന്ന പോലെ, ശരിക്കും എൻ്റെ അമ്മ പ്രസവിച്ച ഞാൻ നല്ല വെളുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു. പക്ഷെ അത് നേഴ്സ് ചെയ്ത ചതിയാണ് എൻ്റെ കുഞ്ഞിനെ മാറ്റി എന്ന്, അതുകൊണ്ട് ഞാൻ കറുത്തു പോയതെന്ന് പറഞ്ഞ പോലെ, ശരിക്കും ഞാൻ നല്ല വിശുദ്ധനാണ് കർത്താവേ, ഞാൻ നല്ലവനാണ്, ഞാൻ നല്ല മനുഷ്യനാണ്. പക്ഷേ നീ എന്നെ വിധിക്കരുത്. കർത്താവ് പറയുന്നത്, നാം തന്നെ ശരിയായി നമ്മളെ വിധിച്ചിരുന്നെങ്കിൽ നമ്മൾ വിധിക്കപ്പെടത്തില്ലായിരുന്നു. അതായത് ഞാൻ എന്നെ ന്യായീകരിച്ചുകൊണ്ടാണ് ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ഒരിക്കലും ന്യായീകരിക്കാതെ ആരെങ്കിലും ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ടോ എങ്കിൽ അവൻ ഭാഗ്യവാൻ. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് പേരെങ്കിലും ഉണ്ട് ന്യായീകരിക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ അനുഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് പോലും നമ്മളെത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. നമ്മളിപ്പോഴും സാഹചര്യങ്ങളെ നമ്മുടെ ചുറ്റും വെച്ചിട്ട് നമ്മൾ ന്യായീകരിച്ചിട്ടാണ് പോകുന്നത്. ഒരു കട്ടവണ്ടിയായിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നം അതാണ്. അടുത്ത വാക്യം കൂടി വായിച്ചോ. ആ വാക്യത്തിൽ ഒരു കാര്യം കൂടി നമ്മളോട് ദൈവാത്മാവ് പറയുന്നുണ്ട്. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ആർക്കും എനിക്ക് ആ വചനം വായിച്ചിട്ട് മനസ്സിലായെങ്കിൽ ഒന്ന് കരമുയർത്തണേ. നിങ്ങൾ ഒന്നുകൂടി വായിച്ചോ. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ്. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനാണ്, നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാനാണ് നമ്മെ ഇപ്പോൾ കർത്താവ് ശിക്ഷിക്കുന്നത്. ഇത് ബേസ്ഡ് ഓൺ ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കുക, മഴ പെയ്യുമ്പോൾ ദുഷ്ടൻ്റെയും നല്ലവൻ്റെയും പറമ്പിൽ ഒരുപോലെ മഴ പെയ്യും. വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. എല്ലാവരുടെയും പറമ്പിൽ മഴ പെയ്യില്ലേ? ഒരേപോലെ മഴ പെയ്യില്ലേ? അല്ലാതെ ഓക്കെ വടക്കേലെ ജോസഫേട്ടൻ നല്ലവനാണ്, അവൻ്റെ പറമ്പിൽ മാത്രം മഴ പെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അല്ല. അനുഗ്രഹം എല്ലായിടത്തും ഒരുപോലെ പോകുന്നുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ദൈവമക്കൾക്ക് ഈ മേഖലയിൽ ഒരു വ്യത്യാസമുണ്ട്. നാം നമ്മെ തന്നെ യഥാർത്ഥമായി വിധിച്ചോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ന്യായീകരിച്ചു. നമ്മൾ വിശുദ്ധനാണെന്ന് ദൈവത്തിന് മുമ്പിൽ പറഞ്ഞു. അപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, സത്യത്തിൽ പറയപ്പെടുന്നത് ഇവൻ വിശ്വാസിയാണെന്നാണ്, ഇവൻ ക്രിസ്ത്യാനിയാണെന്നാണ്, ഇവൻ സ്നാനം സ്വീകരിച്ചിട്ടുണ്ട്, ഇവനെല്ലാം ഉണ്ട്, വിശ്വാസത്തിൻ്റെ തലവും കാര്യങ്ങളും എല്ലാം ഇവനുണ്ട്. പക്ഷേ ഇവൻ യഥാർത്ഥത്തിൽ ന്യായത്തോടെ നീതിയോടെ ഇവനെ തന്നെ വിധിക്കുന്നില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവം തന്നെ അവനെ വിധിക്കും. അതാകട്ടെ ലോകത്തിൻ്റെ വിധിയോടൊപ്പം നാം വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൻ്റെ വിധി എന്തുവാ? നിത്യനാശമാണ്. ലോകത്തിൻ്റെ വിധിയെക്കുറിച്ച് കർത്താവ് ഈശോ പറഞ്ഞിട്ടുണ്ട്, ഇടതും വലതും. അവസാന വിധി നാളിൽ, അന്ത്യവിധി നാളിൽ ദൈവം രണ്ടായി കാറ്റഗറൈസേഷൻ ചെയ്യും, തിരിച്ചു വയ്ക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വിധിയുണ്ട്. മുഴു ലോകത്തെയും സകല മനുഷ്യരെയും ദൈവം വിധിക്കുന്ന ഒരു വിധിയുണ്ട്. ആ വിധി ദിനം നീ എത്താതിരിക്കാൻ, നീ നേരിടാതിരിക്കാൻ ദൈവം ഇന്നേ ചെറുതായി നമ്മൾ എന്ത് ചെയ്യുക? വിധിച്ചുകൊണ്ടിരിക്കുക. ആ വിധി എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നമ്മെ തന്നെ വിധിക്കാത്തതുകൊണ്ടാണ്. യഥാർത്ഥമായി നമ്മൾ തന്നെ വിധിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ വിധിക്കേണ്ടി വരുന്നത്.
ഞാൻ ബൈബിൾ മുഴുവൻ വായിച്ചു നോക്കിയിട്ടും ഈ പറഞ്ഞ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അങ്ങനെ ഒരു ശുദ്ധീകരണ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന് പ്രത്യേകിച്ച് അവിടെ റോളൊന്നുമില്ല. ദൈവം താൻ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ എത്തിക്കും. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഓക്കെ, എനിവേ, ഞാൻ ഒരു ദിവസം ഞാൻ പറയുകയാണ് ശുദ്ധീകരണ സ്ഥലം ഉണ്ട്. ഞാനിങ്ങനെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ശുദ്ധീകരണ സ്ഥലം ഉണ്ട്. അപ്പോൾ എന്നോടൊരു കൂടെ ഉള്ളവർ ചോദിക്കുക, അതെന്താ നീ അങ്ങനെ പറയാൻ സാധ്യത? എടാ, എൻ്റെ ഈ ചുറ്റുപാടുള്ള ആളുകളെ നോക്കിയിട്ട്, പ്രത്യേകിച്ച് ചില ആളുകളെ നോക്കിയിട്ട്, ഇവരുടെ വിശ്വാസത്തിൻ്റെ തലം നോക്കിയാൽ ഇവരൊരിക്കലും നരകത്തിലിടാൻ പറ്റത്തില്ല. വിശ്വാസത്തിൻ്റെ തലം നോക്കിയാൽ ഒരിക്കലും എവിടെ വിടാൻ പറ്റില്ല? നരകത്തിലേക്ക് വിടാൻ പറ്റില്ല. കാരണം മറ്റെല്ലാവരേക്കാളും വിശ്വാസമുണ്ട്. കയ്യിലിരിപ്പ് വെച്ച് നോക്കിയാൽ ഇവരെ ദൈവരാജ്യത്തിലും ഇടാൻ പറ്റത്തില്ല. കൺഫ്യൂഷൻ പ്രശ്നം ദൈവത്തിനാണ് നമ്മളെക്കാൾ കൂടുതൽ. ഇതെവിടെ കൊണ്ടുപോയിടും? കാരണം വിശ്വാസത്തിന് തലം നോക്കിയാൽ ബാക്കി എല്ലാവരെക്കാളും വിശ്വാസിയാണ്. ഒരു രക്ഷയില്ലാത്ത വിശ്വാസമാണ്. അത്രയും വിശ്വാസം, പ്രത്യാശയുണ്ട്. പക്ഷെ കയ്യിലിരിപ്പോ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒന്ന് തോണ്ടി നോക്കണം ഇതിൻ്റെ കയ്യിലിരിപ്പ് എന്താ ഐറ്റം എന്ന് തിരിച്ചറിയാനായിട്ട് അപ്പോഴേ പറ്റത്തുള്ളൂ. അപ്പോൾ കയ്യിലിരിപ്പ് വെച്ച് സ്വർഗ്ഗരാജ്യത്തിലും കയറ്റാൻ പറ്റില്ല. പിന്നെ ദൈവം എന്ത് ചെയ്യും? ശുദ്ധീകരണ സ്ഥലത്തിട്ട് ശുദ്ധീകരിക്കാതെ നടത്തുമോ? കയറ്റാൻ പറ്റുമോ? ഒരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാക്ടിക്കൽ സൈഡിൽ ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ പറയുകയാണ് മിക്കവാറും ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്നാണ് തോന്നുന്നത്. വായിച്ചു നോക്കിയിട്ട് തിയോളജിക്കലി ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഈ കുരിശുകളെ ഒന്നും നരകത്തിൽ തള്ളാൻ പറ്റാത്തതുകൊണ്ട് ദൈവം താൻ ഒരു ശുദ്ധീകരണ സ്ഥലം ഉണ്ടാക്കി വെച്ച് ഇതിനൊന്ന് ശുദ്ധീകരിക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് വചനം വായിക്കുമ്പോൾ എനിക്ക് വന്നൊരു ബോധ്യം ഇതാണ്. അതായത് ദൈവം പറയുകയാണ്, നീ നിന്നെ തന്നെ വിധിച്ചിരുന്നെങ്കിൽ എനിക്ക് നിന്നെ വിധിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇത്രയും കാലതാമസം വരത്തില്ലായിരുന്നു. ഇത്രയും സമയദൈർഘ്യം എടുക്കത്തില്ലായിരുന്നു. ഇത്രയും നീ ശിക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. ഇത്രയും പ്രതിസന്ധിയിലേക്ക് നീ പോകത്തില്ലായിരുന്നു. പക്ഷേ നീ നിന്നെ തന്നെ വിധിക്കാത്തത് കൊണ്ട് ദൈവത്തിന് നിന്നെ വിധിച്ചേ മതിയാകൂ. വേറെ വഴിയില്ല. കാരണം അങ്ങനെ വിധിച്ചില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? മറ്റു മനുഷ്യർ വിധിക്കപ്പെടുന്ന പോലെ അവൻ നിത്യനാശത്തിലേക്ക്. അതാ വാക്യം ഒന്നുകൂടി വായിച്ചോ. അത് വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും കർത്താവ് തന്നെ നമ്മളെ വിധിക്കുക. അങ്ങനെ വിധിക്കുന്നതിന്റെ കാരണം പറയുകയാണ് ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് ശിക്ഷണമൊക്കെ കൊടുക്കുന്നതിന്റെ കാരണം അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെ മക്കളെ ശിക്ഷിക്കും ഇല്ലേ? ചെറുതായിട്ട് കൊടുക്കാറില്ലേ? അത്യാവശ്യം നുള്ളും പിച്ചും അടിയൊക്കെ കൊടുക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് പറയട്ടെ. നമ്മളിത് കൊടുക്കുമ്പോൾ ആ കൊടുത്തതിൻ്റെ അടുത്ത നിമിഷം നമ്മൾ തലോടും. അടുത്ത നിമിഷം നമ്മൾ അവനെ ചേർത്ത് പിടിക്കും. ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തായാലും അവനെ തള്ളിക്കളയോ? അവനെ തള്ളിക്കളയത്തില്ല, അവനെ ചേർത്ത് പിടിക്കും. പക്ഷേ നാട്ടുകാർ ശിക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ പരിപാടി ഉണ്ടാവുമോ? ഞാൻ ആദ്യമായി കളവ് നടത്തിയൊരു സാധനമുണ്ട്. ഇൻ്റർനാഷണൽ, ആരോടും പറയരുത്, നിങ്ങളോട് മാത്രം പറയാം. ആദ്യമായിട്ട്, അതായത് ക്രിക്കറ്റ് ബോൾ വാങ്ങിക്കാൻ അന്നത്തെ അവസ്ഥയാണ്. പിള്ളേർ കളിക്കാനുണ്ട്, ബോൾ വാങ്ങാൻ കാശില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എളുപ്പ വഴി ജാതിക്കായ കട്ടെടുക്കുക, കടയിൽ കൊടുന്ന് കൊടുക്കുക, അങ്ങനെ ഒരു ബോൾ വാങ്ങുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ജാതിക്കായ്ക്ക് വിലയുണ്ട്. ഉണക്കാനിട്ടായിരുന്ന കുറച്ച് ജാതിക്കായ. ആദ്യമൊക്കെ നമ്മൾ പറമ്പിൽ പോയി പറക്കാനൊക്കെ നിന്നു. പിന്നെ നോക്കിയപ്പോൾ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഉണക്കാനിട്ടായിരുന്നു തുടങ്ങി. പെട്ടെന്ന് വാരിയെ കിട്ടും. ഒരു കവറിൽ വാരി കൊണ്ടുവന്ന് ഞങ്ങൾ അവിടുത്തെ കടയിൽ കൊണ്ടു കൊടുത്തു. ഒരു ബോൾ വാങ്ങി തിരിച്ചു വന്നു. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് അന്നത്തെ ചേട്ടന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കടയിലെ ചേട്ടന്മാർ ജാതിക്കായ കൊണ്ടുവന്ന് ബോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ജാതിക്കായുടെ എത്തി എന്നുള്ളത് അപ്പനെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മം അന്ന് നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു കർമ്മം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റിയില്ല. എൻ്റെ അപ്പൻ അബദ്ധവശാ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പം മോൻ ജാതിക്കായ കൊണ്ടുവന്നൊരു ബോൾ വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ചോദിച്ചു, എടി നമ്മൾക്ക് അവിടെ വീട്ടിലാണെങ്കിൽ ആകെ 2-3 ജാതിയേ ഉള്ളൂ, അതാണെങ്കിൽ ഉണക്കി അവിടെ വെച്ചിട്ടുണ്ട്, അപ്പോൾ നീ അവന് ജാതിക്കായ കൊടുത്തോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞില്ല, ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ജാതിക്കായ കൊണ്ടുപോയി ബോൾ വാങ്ങിച്ചോ? ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ജാതിക്കായ ഞാൻ എടുത്തിട്ടില്ല എന്ന് അഭിമാനത്തോടുകൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ അപ്പൻ ചോദിച്ചു, അത് എവിടെ ജാതിക്കായ എന്ന് ചോദിച്ചു. പിന്നെ വേറെ വഴിയില്ല, ഞാൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ കൊസ്തോപ്പേട്ടൻ്റെ ജാതിക്കായ ഉണക്കാനിട്ടായിരുന്നു, വാരിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഓക്കെ ശരിയെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് അടി ഒടുങ്ങി, വടിയെടുത്തിട്ട്. ആദ്യം അപ്പൻ എത്ര ജാതിക്കായാണെന്നുള്ളത് ഏകദേശം കണക്കെടുത്ത് അത്രയും കവറിൽ എന്നെ കൊണ്ടൊരു ജാതിക്കായ എൻ്റെ വീട്ടിൽ നിന്ന് കവറിൽ വാരി. എൻ്റെ വീട്ടിൽ നിന്നും ആ കട വരെ എന്നെ തല്ലി. അവിടെ കൊണ്ടുവന്ന് ആ കടയിൽ ഈ ജാതിക്കായ കൊടുപ്പിച്ചു. അവിടെ നിന്ന് ആ കൊടുത്ത ജാതിക്കായ തിരിച്ചു വാങ്ങിയിട്ട് വീണ്ടും കൊസ്തോപ്പേട്ടൻ്റെ വീട് വരെ എന്നെ തല്ലി. കൊസ്തോപ്പേട്ടൻ്റെ വീട്ടിൽ ജാതിക്കായ കൊടുപ്പിച്ചു. അവിടെ കോണിമ്പല്ലടിച്ച് ആളോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എടുത്ത ജാതിക്കായ ഞാൻ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൂടെ
എൻ്റെ വീട് തുടങ്ങി അവിടം വരെയും കട തുടങ്ങി കുസ്തോപ്പേൻ്റെ വീട് വരെയും അടി കൊണ്ടു. തിരിച്ചു പോന്നപ്പോൾ പിന്നെയും തല്ലി അപ്പൻ എൻ്റെ വീട് വരെ. പക്ഷെ ആ അടി കൊണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വേദന ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞാൻ വാക്കൗട്ട് നടത്തി. ഞാനൊന്നും കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. പക്ഷേ വിശന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി തന്നെ അടുക്കളയിൽ പോയി വാരി തിന്നു. വേറെ വഴിയില്ല, നമുക്കത് അവസ്ഥയുള്ളൂ. ആദ്യം നമ്മൾ വാക്കൗട്ടൊക്കെ നടത്തിയെങ്കിലും പിന്നീട് നമ്മൾ തന്നെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കാര്യം സോൾവ് ചെയ്തു, പ്രശ്നം അവസാനിപ്പിച്ചു. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് കാലങ്ങൾക്ക് ശേഷം ചുറ്റുപാടുകളെ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നാട്ടുകാരുടെ ഇടി ഇതിനേക്കാൾ ശക്തമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം വേറെ കള്ളന്മാരെ നാട്ടുകാർ പെരുമാറുന്നത് ഞാൻ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അന്ന് അപ്പൻ്റെ തല്ല് ശരിക്കും പറഞ്ഞാൽ കണ്ണുനീരൊക്കെ വന്നു, വേദനയൊക്കെ ഉണ്ടായി, ദുഃഖമൊക്കെ ഉണ്ടായി. പക്ഷെ നാട്ടുകാരാണ് ഞാൻ അന്ന് ആ കളവ് നടത്തി അഭിമാനത്തോടുകൂടി അപ്പൻ കൊള്ളാം, ബോൾ വാങ്ങാൻ നീ നല്ലൊരു വഴി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസം ജാതിക്കായ മാറി നമ്മൾ പുതിയ സാധനം കണ്ടുപിടിക്കും. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ആ നാട്ടിലെ ചേക്കിലെ കള്ളനെ പോലെ ഞാൻ വളർന്ന് നല്ലൊരു കള്ളനായി മാറിയേനെ. അങ്ങനെ ആയെങ്കിൽ നാട്ടുകാരിടിക്കുമ്പോൾ ഈ വല്ല കരുണയും കാണുമോ, വല്ല സ്നേഹം കാണുമോ? നല്ല ഇടിയായിടിയും, ഒരു സ്നേഹം ഉണ്ടാവില്ല. മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുമ്പോൾ അതിനകത്ത് ഒരു സ്നേഹമുണ്ട്, ഒരു കരുതലുണ്ട്, ഒരു മാർഗമുണ്ട്, ഒരു പാഠമുണ്ട്. നാളെ നീ വലിയ കള്ളനാകരുത് എന്നൊരു കാര്യമാണ് അവന് കാണിച്ചു കൊടുക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുക, നീ നിന്നെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ എനിക്ക് നിന്നെ വിധിക്കേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷേ നിന്നെ നീ വിധിക്കാത്തത് കൊണ്ട് എനിക്ക് നിന്നെ വിധിക്കേണ്ടി വരുന്നു. അല്ലേ? അതാ പറഞ്ഞിരിക്കുന്നു. ഒന്നുകൂടി വായിച്ചോ വചനം. അപ്പോൾ ഒന്നും കൂടി ഈ ഉദാഹരണം കൂടെ വെച്ചിട്ട് നിങ്ങളിത് മനസ്സിലാക്കി അത് ക്ലിയർ ആവും. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. കർത്താവ് തന്നെ കൃത്യമായ അളവുകോൽ വെച്ച് നമ്മളെ വിധിച്ചു, എന്നിട്ട് ഒരു ശിക്ഷണ വിധേയനാക്കി. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് കള്ളം പിടിക്കപ്പെട്ടപ്പോൾ നാട്ടുകാർ ഇടി ഇട്ടാതിരിക്കേണ്ടത് പോലെ നമ്മൾ ലോകത്തോടുള്ള വിധിയിൽ നമ്മളും ചെന്ന് വീഴാതിരിക്കേണ്ടതിനാണ് കർത്താവ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ദൈവം താൻ നമ്മളെ വിധിക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവ് കുറേ കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, നടക്കുന്നില്ല. ILTS നടന്നിട്ടില്ല, OET നടന്നിട്ടില്ല. അപ്പോഴാണ് എളുപ്പമൊഴുകി ദൈവം എന്ന പേരിൽ അടുത്ത ആൾ വന്നിട്ട്, കമാൺ ഇങ്ങോട്ട് വരൂ, നിന്നെ പെട്ടെന്ന് ILTS പാസ്സാക്കാം, നിന്നെ നേഴ്സിംഗ് പാസ്സാക്കാം, കേട്ടക്ക് പരീക്ഷ പാസ്സാക്കാം, പഠിക്കണ്ട, കറക്കി കുത്തിയാൽ മതി, കാശ് രൂപം പോക്കറ്റിലിട്ടാൽ മതി, മാനസാന്തരപ്പെടേണ്ട, പശ്ചാത്തപിക്കണം, യാതൊന്നും ചെയ്യണ്ട, വെള്ളത്തിരി നീലത്തിരി കത്തിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ നടത്തുക, നീ ഒന്ന് ഉരുള് നേർച്ച നടത്തുക, കുറച്ച് നേരം മുട്ടയിൽ നിൽക്കുക, പഠിക്കുകയും വേണ്ട, അനുദപിക്കുകയും വേണ്ട, പശ്ചാത്തപിക്കുകയും വേണ്ട. ഈസി മാർഗമാണ് അനുഗ്രഹം. ഇതാ കടന്നു വന്നു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ 1001 രൂപ നേർച്ച വയ്ക്കണം, പത്രത്തിലൊരു പരസ്യം കൊടുക്കണം. അതായത് നേരെ ദൈവത്തെ അനുഭവത്തിലൂടെ അനുഭവിച്ചറിയേണ്ടതിന് ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു മൂടുപടം കിടക്കുക. ഒരിക്കലും നീ യഥാർത്ഥ സത്യദൈവത്തെ നീ അറിയരുത്. ദൈവത്തെ അറിയാൻ കഴിയുന്നത് മുഴുവൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, സകല മേഖലകളും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അവനൊരിക്കലും അത് കണ്ടെത്താത്ത വണ്ണം നമ്മുടെ മുൻപിൽ ഇന്നൊരു പ്രതിബിംബം നിൽക്കുക. അതിന് കർത്താവ് തന്നെ പറയുക, നിന്റെ കാര്യം നീ ആഗ്രഹിക്കുന്ന പോലെ നടക്കാത്തതിൻ്റെ കാരണം ദൈവം നമ്മെ വിധിച്ചത് കൊണ്ടാണ്. സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ക്രിസ്ത്യാനിക്ക് പ്രതിസന്ധി കൂടുതലാണ്. സത്യദൈവത്തിൽ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർ ഈ പ്രതിസന്ധി പ്രശ്നമാണ്. നമ്മളപ്പുറത്തെ മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ക്രൂരന്മാരാണ്, തിന്മ ചെയ്യുന്നവരാണ്, സകല പാപവും ചെയ്യുന്നവരാണ്, പണത്തിന് മാത്രം ഒരു കുറവില്ല. അല്ലേ? അവർ നോക്കുമ്പോൾ എല്ലാ അനുഭവങ്ങളുണ്ട്, എല്ലാ സന്തോഷമുണ്ട്, സൗഭാഗ്യമുണ്ട്, ഒരു കുറവില്ല. നമ്മളാണെങ്കിൽ കഴിഞ്ഞ 10-45 വർഷമായി 50 വർഷമായി കർത്താവിനോട് ഇത് തന്നെ ചോദിക്കുക, പ്രാർത്ഥനയ്ക്ക് വല്ല കുറവുണ്ടോ? ഒരു കുറവില്ല. സ്ഥിരമായി ധ്യാനത്തിന് പോകുന്നില്ലേ? ബൈബിൾ വായിക്കുന്നില്ലേ? ഉണ്ട്. സന്ധ്യാപ്രാർത്ഥനയിൽ എല്ലാം ഉണ്ടെന്നേ. പക്ഷെ കാര്യം നടക്കുന്നുണ്ടോ? ഇല്ല. ബിസിനസ് അത് അവസാനം വരുമ്പോൾ അത് പ്രശ്നമാണ്. കാശ് ഇങ്ങോട്ട് കിട്ടേണ്ട സമയം വരുമ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് ആവും. എല്ലാ കാര്യത്തിലും നമുക്കാണ് പ്രതിസന്ധി. മറ്റുള്ളവർക്ക് വല്ല പ്രതിസന്ധി ഉണ്ടോ? ഒരു കുഴപ്പമില്ല. ഒരു കല്യാണാലോചന നോക്കിയേ, മറ്റുള്ളതൊക്കെ 16 വയസ്സ് 18 വയസ്സ് 20 വയസ്സ് ആകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് വിളിച്ചുകൊണ്ടിരും, അതിൻ്റെ കൂടെ പോകും, അങ്ങനെ പോകും. ബാക്കിയുള്ളവൻ വിശുദ്ധനായിട്ട് ജീവിച്ചിട്ട് 10 കഴിഞ്ഞു 30 കഴിഞ്ഞു 40 കഴിഞ്ഞു, ആലോചിച്ചിട്ട് നടക്കുന്നില്ല, ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുക, നടപടി ആവുന്നില്ല. ആരും ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? ഇത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക, ഒന്നും നടന്നിട്ടില്ല. ഇപ്പുറത്താണെങ്കിൽ അത് വെറുതെ കണ്ണിട്ട് കാണിച്ച്, അതും നല്ല സുന്ദരിയായ പിള്ളേര്,
ഇവിടെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മറ്റേ തേങ്ങാപ്പൂൾ പോലത്തെ സാധനങ്ങളാണ് ഇരിക്കുന്നത്, നല്ലതൊന്നും കിട്ടാനുമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. കർത്താവ് പറയാം, നമ്മൾ നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ കാലതാമസം എടുക്കില്ല. നീ നിന്നെ തന്നെ ഇന്ന് ശരിയായി വിധിക്കാൻ തീരുമാനിച്ചോ, ദൈവം പറയുകയാണ് അവിടെ വ്യതിയാനമുണ്ടാകും, വ്യത്യാസമുണ്ടാകും. ദൈവം നമ്മെ വിധിക്കാത്തത് കൊണ്ടാണ് പല മേഖലകളും തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും ചില കാര്യങ്ങളിൽ കൃത്യതയില്ലാത്ത ഈ വിധി എന്ന് പറയുന്ന ഒരു സാധനം ഒറ്റ മേഖലയുള്ളൂ, യഥാർത്ഥമായ പശ്ചാത്താപം. മുന്നിൽ ഒന്നും വെക്കാതെ, ഒരു ന്യായീകരണം വെക്കാതെ. കാരണം നിന്റെ ന്യായീകരണം ദൈവത്തിന് അറിയാമെന്ന്. ആ ന്യായീകരണത്തിൻ്റെ ആവശ്യമില്ല, ആ പ്രിക്കോഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു കാര്യം ദൈവത്തിൻ്റെ മുൻപിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും വെക്കാതെ എപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണമായി സറണ്ടർ ആവുന്നോ അവിടെ ദൈവം താൻ വിധിക്കും. കൃത്യമായി നീതിയോടെ ദൈവം നമ്മെ വിധിക്കും. പക്ഷെ നമ്മൾ ഇതുവരെ നമ്മെ വിധിക്കുന്നില്ല. അതുകൊണ്ടാകട്ടെ നമ്മുടെ വിധി ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ നേരത്തെ വായിച്ച ആ വചനം തന്നെ ഒന്നുകൂടി ഒന്ന് വായിക്കാം. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ലോകത്തോടൊപ്പം നമ്മെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അത് ചെയ്തിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അടുത്ത വാക്യം വായിച്ചു ബ്രദറെ. എന്റെ സഹോദരരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ. ഓക്കെ, നേരെ നമുക്ക് അപ്പസ്തോല പ്രവൃത്തിയിലേക്ക് ഒന്ന് പോകാം. അപ്പസ്തോല പ്രവൃത്തി 17 നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത് 31 വാക്യമല്ലേ. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കുവാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. യേശു ഒരു മാർഗം നമ്മളെ കാണിച്ചു തന്നു, ഒരു വിധിക്കേണ്ട ഒരു മാർഗം യേശു നമ്മളെ കാണിച്ചു തന്നു. എൻ്റെ ചോദ്യം ഇതാണ്, യേശു ശിക്ഷിക്കപ്പെട്ടത് അവൻ്റെ പാപനിമിത്തമാണോ? യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് അവൻ്റെ പാപനിമിത്തമാണോ? അല്ലല്ലോ. അവൻ്റേതായ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടോ? എന്നിട്ട് യേശു കാൽവരിയിൽ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇതൊരു ജാതി പരിപാടിയായിപ്പോയി, ഞാനൊന്നും ചെയ്യാതിരുന്നിട്ടും നീ ഈ വിധി എനിക്ക് തന്നു എന്നാണ് പ്രാർത്ഥിച്ചോ? അങ്ങനെ നിലവിളിച്ചോ? അങ്ങനെയാണോ കർത്താവ് പറഞ്ഞേ? കുരിശിലേക്ക് തറയ്ക്കുമ്പോഴും ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് യേശു പ്രാർത്ഥിച്ച് നമുക്കൊരു മാതൃക കാണിച്ചു തന്നത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നൊരു കാര്യം എന്നാ അറിയുമോ? ഈ മനുഷ്യൻ നമ്മളെ വിധിക്കാൻ വരും. ആര് വിധിക്കാൻ വരും? ഈ കർത്താവ്, ഈ യേശു ക്രിസ്തു നമ്മളെ വിധിക്കാൻ വരും. സാധാരണ ഒരു നീതിപീഠത്തിൽ ഒരുവനെ കൊണ്ടുവന്ന് ഇരുത്താണെങ്കിൽ അവൻ നിഷ്പക്ഷനായിരിക്കണം, നീതിയോടെ വിധിക്കുന്നവനായിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു നീതിപീഠത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ആ നീതിപീഠത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം, എന്നാലേ നമ്മൾ ചെല്ലത്തുള്ളൂ, അല്ലേ? നമ്മളൊരു മീഡിയേറ്ററിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണെങ്കിൽ ആ മീഡിയേറ്ററിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. നമ്മളൊരു ആവശ്യത്തിന് ആരുടെയും അടുത്ത് സമീപിക്കുകയാണെങ്കിൽ ആ വ്യക്തി എനിക്ക് ഇത് നടത്തി തരുമെന്നൊരു വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിലല്ലേ നമ്മൾ അവിടെ ചെല്ലുള്ളൂ. അദ്ദേഹം നീതിയോടെ പക്ഷാപാതം കാണിക്കുമെന്നുള്ളിടത്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ചെല്ലുമോ? എൻ്റെ പക്ഷം പറയത്തില്ല, പകരം അവൻ്റെ പക്ഷേ പറയത്തുള്ളൂ, അന്ന് അവൻ്റെ അടുത്ത് പോയി കാര്യം ചോദിക്കാമെന്ന് പറയുമോ? പറയില്ല. ഒരിക്കലും പക്ഷാപാതം കാണിക്കുന്ന ഒരുവൻ്റെ അടുത്ത് നമ്മൾ പോകത്തില്ല. യഥാർത്ഥത്തിൽ ദൈവം പറയുകയാണ്, വിധിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ആരാണ് നീതിപീഠം? യഥാർത്ഥ നീതിമാനായ ക്രിസ്തു, സത്യദൈവമായ ക്രിസ്തു മാത്രമാണ് നമ്മളെ വിധിക്കുന്നവൻ, വിധി കൽപ്പിക്കുന്നവൻ. ആ വിധി തെറ്റായിരിക്കുമോ? ഏതെങ്കിലും വിധത്തിൽ തെറ്റായിരിക്കുമോ? അപ്പോൾ 1 കൊരിന്തോസിൽ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ 11-ാം അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ വിധിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിധിക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിനോട് പറയുക, കർത്താവ് ഈ വിധി അത്ര ശരിയല്ല, ഈ വിധി നീതിപൂർവമല്ല. അതായത് നമ്മൾ പറയുന്നത് ദൈവം നീതിമാനല്ല. ഞാൻ ആഗ്രഹിച്ചിട്ടും ചോദിച്ചിട്ടും എൻ്റെ ആവശ്യത്തിന് സമയത്തിന് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭർത്താവിനോട് പറയും, കർത്താവേ നടക്കുന്നില്ല, ഇതിൻ്റെ കാര്യം നീ നീതിയോടെ അല്ല വിധിക്കുന്നേ, അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തോട്. ദൈവം ഒറ്റ കാര്യം പറയുന്നുള്ളൂ, പശ്ചാത്താപം യഥാർത്ഥമായി ഉണ്ടാകുക. നേരത്തെ ജെമിൻ ബ്രദർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ അപ്പസ്തോലന്മാർ മുഴുവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, നീ എന്ത് ചെയ്യുക? പശ്ചാത്താപിക്കുക, നീ തിരിയുക, സത്യത്തിലേക്ക് നീ തിരിയുക. ഒരു ന്യായീകരണം വയ്ക്കാതെ പാപം എന്താണ്, നീ ചെയ്ത തെറ്റെന്താണ്, നിന്റെ കുറവെന്താണെന്ന് ദൈവസന്നിധിയിൽ പറയാൻ പറ്റുമെങ്കിൽ അവിടെയാണ് ദൈവം നമ്മെ വിടുവിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യമേ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, പശ്ചാത്തപിക്കുക, പശ്ചാത്തപിക്കുക, പശ്ചാത്തപിക്കുക. എത്ര പേര് തയ്യാറുണ്ട് പശ്ചാത്തപിക്കാൻ? ദൈവത്തോട് ചേർന്ന് ഒരു ന്യായീകരണം വയ്ക്കാതെ,
ഒരൊറ്റ കാര്യവും വെക്കാതെ പശ്ചാത്തപിക്കാൻ എത്ര പേര് തയ്യാറുണ്ട് എന്നാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ കണ്ണുകളൊക്കെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഇക്കാലം എത്രയും ഒരു പരിധി വരെ ഞങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ പശ്ചാത്തപിച്ചിട്ടുണ്ട്, അനുതപിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പശ്ചാത്താപത്തിലും ഞങ്ങളുടെ അനുതാപത്തിലുമെല്ലാം ഒരു ന്യായീകരണം, ഞങ്ങളുടേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാതെ യഥാർത്ഥമായൊരു പശ്ചാത്താപം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇതാ ദൈവമേ, യാതൊരു പ്രതീക്ഷയില്ലെങ്കിലും യാതൊരു പ്രത്യാശയുമില്ലെങ്കിലും ഞങ്ങൾ പോയ വഴികളെല്ലാം പാപകരമായ മാർഗങ്ങളായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഇന്ന് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, നീതിപൂർവമായി വിധിക്കുന്നൊരു ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ഞങ്ങൾക്ക് പ്രതീക്ഷയോ പ്രത്യാശയോ ഇല്ലായിരുന്നു. അന്ധകാരത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്, പാപമാർഗത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നാൽ ഇന്ന് സത്യദൈവം വിശുദ്ധിയിൽ, അനുഭവത്തിൽ ദൈവത്തെ അറിയുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ദൈവത്തിൽ ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നപ്പാ. യഥാർത്ഥമായൊരു അനുതാപം ഞങ്ങളിൽ ഉണ്ടാകുവാൻ, യഥാർത്ഥമായൊരു പശ്ചാത്താപം ഞങ്ങളിൽ നിലനിൽക്കുവാൻ, നിറഞ്ഞു നിൽക്കുവാൻ എൻ്റെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരിയുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സത്യത്തിലേക്ക് തിരിയുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.